ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. ശരണാഗതദീനാർത്തപരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. നാരായണി നമോസ്തുതേ. ഓം മണീദേവി സുനീലവേണി സുഭഗേ വീണാരവം കൈതൊഴാം വാണീ വൈഭവമോഹിനീ ത്രിജഗതാം നാഥേ വിരിഞ്ചപ്രിയേ. വാണീ ദോഷമശേഷമാശു കളഞ്ഞെന്നാവിന്മേലെപ്പോഴും വാണിയിടേണം. അതിനു നിന്നടിയിൽ ഞാൻ വീഴുന്നു മൂകാംബികേ. ത്രിമൂർത്തിം ശക്തി സംയുക്തം ശ്രീവിദ്യാം മന്ത്രമാതൃകാം ശ്രീചക്രമധ്യേ നിലയാം ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ശ്രീമൂകാംബികാം സദാ. ആദരണീയരായ എല്ലാ സജ്ജനങ്ങൾക്കും പുണ്യമാർന്ന ശ്രീമദ് ദേവി ഭാഗവത നവാഹയജ്ഞത്തിൻ്റെ വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അല്ലെങ്കിൽ വളരെ പുണ്യമായിരിക്കുന്ന ഈ രണ്ടാം ദിവസത്തെ സായം സന്ധ്യയിലെ ആചരണത്തിലേക്ക് സ്വാഗതം. എല്ലാവിധത്തിലുള്ള നന്മകളും അനുഗ്രഹങ്ങളും നല്ലവരായിരിക്കുന്ന നമുക്കെല്ലാവർക്കും എന്നും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അനുഗ്രഹീതമായിരിക്കുന്ന പല ഗുണങ്ങളെയും ഐശ്വര്യത്തെയും എല്ലാം നമുക്ക് സ്വീകരിക്കപ്പെടുന്ന പുണ്യ ദിവസങ്ങളായി ഓരോ ദിവസങ്ങളും മാറപ്പെടുകയാണ്. നമ്മൾ ഇന്ന് മധ്യാഹ്നത്തിൽ പറഞ്ഞ വിഷയം ഗുണരൂപനിർണയം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരേണ്ടതായിരിക്കുന്ന കാര്യങ്ങളുടെ അവസ്ഥകളെപ്പറ്റി നമ്മൾ പറഞ്ഞു. സത്യവും ക്ഷമയും ശാന്തിയും ഒക്കെ നമ്മളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ നമ്മളുടെ ഗുണങ്ങളിൽ സ്വാത്വികമായിരിക്കുന്ന ഭാവങ്ങളെ നമ്മൾ കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ സ്വാത്വികമായിരിക്കുന്ന ഭാവങ്ങളെ നമ്മളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കതിൻ്റേതായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സ്വാത്വികമായിരിക്കുന്ന അവസ്ഥകളെ നമുക്കറിയാൻ സാധിക്കുക? അത് നമ്മളുടെ ജീവിതത്തിലൂടെ നമ്മൾ പ്രായോഗിക തലത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞത് ഏതൊരു കാര്യത്തിനും ഒരു ഗുരുപദേശത്തോടു കൂടിയേ ആരംഭിക്കപ്പെടാവൂ എന്ന്. നമ്മളെല്ലാവരും നമ്മളുടേതായിരിക്കുന്ന ഇഷ്ടമനുസരിച്ച് നമ്മളുടേതായിരിക്കുന്ന താല്പര്യമനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ്. അവയിൽ നിന്നും ഗുരുപദേശത്തോടു കൂടി വേണം നമ്മൾ സ്വീകരിക്കപ്പെടുവാൻ. ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ഗുരുവിന് തുല്യമായിരിക്കുന്ന പ്രാധാന്യം, അതാദ്യത്തെ പ്രാധാന്യം ഗുരുവിനാണ്. ഗുരു കഴിഞ്ഞേ ഉള്ളൂ ഗണപതിക്ക് പോലും സ്ഥാനം. അതുകൊണ്ടാണ് ഗുരുഗണപതി പൂജ എന്ന് പറയുന്നത്. അപ്പോൾ ഗുരുഗണപതി പൂജ നടത്തി ആണ്, അതായത് ഗുരുവിനെ പൂജിച്ച് ശേഷമാണ് തടസ്സങ്ങളും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ പൂജിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഗണപതി ഭഗവാനെ പൂജിക്കുന്നത് തടസ്സങ്ങളില്ലാതാക്കുന്നതാണ് എങ്കിൽ ആ വഴി നേരായ മാർഗത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കപ്പെടേണ്ടതിനെ നമ്മൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ പ്രത്യേകമായിട്ട് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കപ്പെടണം. അപ്പം അതിനെപ്പോഴും നമുക്ക് ഗുരു എന്ന് പറയുന്ന ഒരാൾ നമ്മൾക്കുണ്ടാകണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളുടെ ഒരു ഗുരുവിനെ പറയാമോ? ആരാണ് നമ്മുടെ ഗുരു? ആരാണ് നമ്മുടെ ഗുരു? അമ്മയാണ്. അതൊക്കെ പോട്ടെ, അമ്മയച്ഛനെയൊക്കെ വിട്ടേര്, നമുക്കൊരു ഗുരു ഉണ്ടാവും. എല്ലാം ഗുരുപദേശം പോലെ വേണമെന്ന് നമ്മളോട് പറഞ്ഞു തന്ന ആ സംസ്കാരവും സങ്കല്പവും അനുസരിച്ച് ഒരു കാര്യം നടക്കുമ്പോൾ ഒരു ഗുരുവിനൊരു സ്ഥാനം കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ഗുരുസ്ഥാനത്തായി നമ്മൾ കാണപ്പെടുന്നത് ആരെയാണ് എന്ന് ചിന്തിച്ച് നോക്കും. നമ്മൾ ആരെയും കാണുന്നില്ലുണ്ടോ? ഇല്ല.
അതുകൊണ്ടാണ് പലപ്പോഴും പലതിൻ്റെയും ഫലം പൂർണ്ണമായ ഗുണത്തിലേക്ക് നമുക്ക് ചെന്നെത്താൻ സാധിക്കാതെ വരുന്നത്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു ഗുരുപദേശത്തോടു കൂടിയേ നമ്മൾ ആരംഭിക്കപ്പെടാവൂ. അതിനൊരു ന്യായം പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൽ മഹാദേവൻ പോലും നമ്മളോട് എതിർത്ത് കൊണ്ടുവന്നാൽ ഗുരു നമ്മളോടൊപ്പം ഉണ്ടെങ്കിൽ ഈ ശാപത്തിൽ നിന്നും ഈ ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിയേണ്ടത് എങ്ങനെയാണെന്ന് ഗുരു നമുക്ക് ഉപദേശിച്ചു തരുമെന്നാണ്, അല്ലെങ്കിൽ ഗുരു നമ്മളെ സംരക്ഷിക്കുമെന്നാണ്. പക്ഷേ ഗുരുവാണ് നമ്മളോട് എതിർപ്പായി നിൽക്കുന്നതെങ്കിൽ മഹാദേവൻ പോലും വിചാരിച്ചാൽ നമ്മളെ അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ സാധിക്കത്തില്ല എന്നാണ്. ഗുരുവിനോട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിൽ ഗുരുവിനെപ്പറ്റി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ, ഗുരുവിനെതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്ന ശിക്ഷ എന്താണെന്ന് ചോദിച്ച ഒരു ശിഷ്യനുണ്ടായിരുന്നു ഗുരുവിനോട്. എന്നും ആ ഗുരു തൻ്റെ പഠിപ്പിക്കാൻ വരുമ്പോൾ ആ ശിഷ്യനെയാണ് വഴക്ക് പറയുന്നത്. എന്നും വഴക്ക് പറയുന്നത് കേൾക്കുമ്പോൾ ആ ശിഷ്യന് തന്നെ ഒരു വിഷമം തോന്നും. അപ്പോൾ പറഞ്ഞ് ഇദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. നമ്മൾ വിചാരിക്കത്തില്ല, നമ്മൾ വഴക്ക് പറയുന്നവരെല്ലാം നമുക്ക് ഇഷ്ടമല്ലാത്തവരാണെന്ന് പറയുന്നല്ലേ. അപ്പോൾ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് എന്നെ ഇത്രമാത്രം കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറയുന്നത് എന്ന് മനസ്സിലാക്കി ചിന്തിച്ച ശിഷ്യൻ ഒരു ദിവസം വിചാരിച്ചു, ഇന്ന് ആ ഗുരുവിനെ അങ്ങ് കൊന്നു കളഞ്ഞേക്കാം. അതിനെന്ത് ചെയ്തു? രാത്രിയാകുന്നതിന് മുമ്പ് ഒരു വലിയ കല്ലുമായിട്ട് ഗുരു കിടക്കുന്നതിൻ്റെ തൊട്ടു മുകളിൽ ഒരു വലിയ കല്ലും കൊണ്ട് അദ്ദേഹം പോയിരുന്നു. രാത്രിയായപ്പോൾ ഗുരുവും ഗുരുനാഥയും കൂടി അവിടെ ഉറങ്ങാനായി വന്നിരിക്കുമ്പോൾ, അപ്പോൾ അന്ന് എന്തിനോ വളരെ കാര്യമായിട്ട് ആ ശിഷ്യനെ ഒരുപാട് വഴക്കുകൾ പറഞ്ഞിരുന്നു ആ ഗുരുനാഥൻ. അപ്പോൾ ശിഷ്യൻ അവിടെ ഇരുന്ന് കരയുന്നതൊക്കെ ഗുരുനാഥ കണ്ടതാണ്. അപ്പോൾ ആ ഗുരുപത്നി ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എന്നും അവനെ കുറ്റം പറയുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ? അപ്പോൾ ഗുരു പറഞ്ഞു, നിനക്കറിയില്ല, എൻ്റെ ശിഷ്യന്മാരിൽ എനിക്ക് ഏക പ്രതീക്ഷയുള്ള ഒരേ ഒരാൾ ആരാണ്? ഇവനാണ്. ഇപ്പോൾ ഇവനിൽ ഒരു ചെറിയ തെറ്റുപോലും ഉണ്ടാകാൻ പാടില്ല. കാരണം എന്നേക്കാൾ ഉയർന്ന തലത്തിലേക്ക് വരേണ്ട ആളാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനകത്തിലേക്ക് നമ്മൾ ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ ചെറിയ കുറവുകൾ വരുത്തി തുടങ്ങിയാൽ ആ കുറവുകൾ എന്നും പിന്നീട് വലുതായി വരികയുള്ളൂ. അപ്പം അതുകൊണ്ട് അവൻ ഒരിക്കലും ഒരു കാര്യത്തിലും അവൻ കൃത്യം ചിട്ടയോടുകൂടി പഠിച്ച് നല്ല രീതിയിൽ വരണം എന്നെനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അവനെ ഒരുപാട് വഴക്ക് പറയുന്നത്. കാരണം ഒരിടത്തും അവനൊരു തെറ്റ് പറ്റാൻ പാടില്ല. ഇതെല്ലാം ആര് കേൾക്കുന്നുണ്ട്? ശിഷ്യൻ മുകളിലിരുന്ന് കേൾക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഗുരുവിനെ ഒന്നും ചെയ്തില്ല. പിറ്റേ ദിവസം രാവിലെ ഗുരു ഇരിക്കുന്ന സമയത്ത് ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തൊഴുകൈകളോടുകൂടി ഗുരുവിനെ നമസ്കരിച്ചു. എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു സംശയമുണ്ടായിരുന്നു. ഒരു ശിഷ്യൻ ഗുരുവിനെ കൊല്ലാനായി ശ്രമിച്ചു, കൊന്നില്ല. അപ്പോൾ ആ ശിഷ്യന് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും എന്ന് ചോദിച്ചു. അപ്പോൾ ഗുരു പറഞ്ഞു, അങ്ങനെ ഗുരുവിനെ കൊല്ലണമെന്ന് അവൻ ചിന്തിച്ചാൽ പോലും അവൻ കുറ്റക്കാരനാണ്. ശ്രമിക്കുന്നത് രണ്ടാമത്തെ കാര്യം. അവൻ അങ്ങനെ ചിന്തിക്കുന്നുവെങ്കിൽ അവൻ ഏറ്റവും വലിയ അധർമ്മിയാണ്, പാപിയാണ്. അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ കുഴി കുഴിച്ച് കുഴിക്കകത്ത് നിറയെ ഉമിയിട്ട് അതിലേക്ക് ഇറങ്ങി നിന്ന് ആ ഉമിത്തിയിൽ നീറി മരിക്കണമെന്നാണ്. അപ്പോൾ അദ്ദേഹത്തെ ഗുരുവിനെ തൊഴുത് നമസ്കരിച്ചിട്ട് ശിഷ്യൻ പോയി. അല്പസമയം കഴിഞ്ഞ് മറ്റ് ശിഷ്യന്മാരെല്ലാം വന്ന് ഗുരുവിനോട് പറഞ്ഞു, അങ്ങ് വരൂ, ഇവിടെ എന്താ നടക്കുന്നതെന്ന് നോക്കിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഗുരു ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ഒരു വലിയ കുഴി കുഴിച്ച് കുഴി നിറയെ ഉമിയൊക്കെ നിറച്ച് ആ ഉമിയുടെ തീയിൽ ഇരുന്ന് നീറി ഈ ശിഷ്യൻ മരിക്കാൻ തുടങ്ങി. അപ്പോൾ ചോദിച്ചു, എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇന്നതുപോലെ ഒരു അബദ്ധമുണ്ടായിരുന്നു എനിക്ക്. അപ്പം അതുകൊണ്ട് ഞാൻ അതുകൊണ്ടെടുത്ത തീരുമാനമാണ്, അങ്ങയോട് ഞാനൊരു തെറ്റ് ചെയ്തു എങ്കിൽ ഞാൻ ചിന്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക കൂടി ചെയ്തു. അപ്പോഴാണ് അങ്ങയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടല്ലയോ ഗുരുനാഥ, എന്നോട് അങ്ങ് ക്ഷമിച്ചാലും എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം, ആ ശിഷ്യൻ ആ ഉമിത്തിയിൽ നീറി മരിച്ചു എന്നാണ് പറയുന്നത്. ആ ശിഷ്യൻ്റെ പേര് പറയാമോ?
പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചതാണ്. നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതാണ്. അങ്ങനൊരു കഥ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇല്ലയോ? കേട്ടിട്ടില്ല. സുകുമാരകവി എന്ന് പറഞ്ഞൊരു കവിയുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു വലിയ ഒരു കീർത്തനവും ഉണ്ട്. അപ്പം അതുപോലെയാണ് ഗുരുവിൻ്റെ ഉപദേശം എന്ന് പറയുന്നത്. ഗുരുപദേശത്തിൽ നിന്നും നമ്മൾ അണുവിട വ്യതിചലിക്കാൻ പാടില്ല എന്നാണ് അതിൻ്റെ വ്യവസ്ഥ. ഇവിടെ ഇത് പറയുവാനുള്ള കാരണം, ഗുണനിരൂപ നിരൂപണം പറയുമ്പോൾ നമ്മൾ നമ്മളുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളിൽ സ്വാത്വികമായിരിക്കുന്ന ഫലങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവിടെ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ, അല്ലെങ്കിൽ അതിനകത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ നമുക്കാരുണ്ടാകണം? ഒരു ഗുരുവിൻ്റെ ഉപദേശം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഗുരുപദേശത്തോടു കൂടിയേ നമ്മൾ ഏതൊരു സൽക്കർമ്മങ്ങളും ചെയ്യാം. ഏതൊരു കാര്യം ചെയ്താലും അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തണമെങ്കിൽ അവിടെ ഗുരുപദേശം നിർബന്ധമാണ്. ഗുരുപദേശത്തോടു കൂടിയേ നമ്മൾ ഏതൊരു കാര്യവും നമ്മൾ ആരംഭിക്കാവൂ. അത് പൂർണ്ണതയിലേക്ക് എത്തുവാൻ നമ്മൾ ശ്രമിക്കണം. അവിടെ ഗുരു എന്ന് പറയുന്നത് ഒരു ആചാര്യനായിരിക്കണം. ആചാര്യൻ ആരായിരിക്കണം? ആചിതരോനിധി ശാസ്ത്രാന്താൻ ശിക്ഷാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ സ ആചാര്യതി സ്മൃത. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും പറ്റി നന്നായി അറിയുന്ന ആളായിരിക്കണം. ആചിതരോനിധി ശാസ്ത്രാന്താൻ ശിക്ഷാൻ സാധയതേ സുധി. തൻ്റെ അടുക്കൽ വരുന്ന ശിഷ്യനെ നന്നായി മനസ്സിലാക്കുന്ന ആളായിരിക്കണം. എല്ലാ ശിഷ്യന്മാരും ഒരുപോലെ ആയിരിക്കില്ല. 10 കുട്ടികൾ പഠിക്കാൻ വരുന്നുണ്ടെങ്കിൽ ആ 10 കുട്ടികൾക്കും 10 വിധത്തിലാണ് അവരുടെ കഴിവുകൾ. 10 വിധത്തിലാണ് അവർ അതിനെ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ശിക്ഷാൻ സാധയതേ സുധി സ്വയം ആചരതി ചൈവ. അതുമാത്രം പോലെ എന്താണ്? സ്വന്തമായ ജീവിതത്തിൽ ഇവയൊക്കെ ആചരിക്കുന്ന ആളുകൂടിയായിരിക്കണം. സ ആചാര്യതി സ്മൃത. ഇങ്ങനെയുള്ള ഒരാളെ നമ്മളെപ്പോഴും ആചാര്യനായിട്ട് കാണാവൂ. അങ്ങനെ ഒരു ആചാര്യനെ നമ്മൾ എന്തുണ്ടാകാവൂ? ഗുരുവായിട്ട് നമ്മൾ സങ്കല്പിക്കപ്പെടാവൂ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ ഒരു ആചാര്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ഒരു ഗുരുവായി നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, അപ്പോൾ ഈ ഗുരു 2 വിധത്തിലാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. നമ്മൾ നേരിട്ട് ചെന്ന ഒരു ഉപദേശത്തോടു കൂടി ഗുരുവിൽ നിന്നും ഒരു ഗുരുവിനെ കണ്ടെത്തി ഗുരുവിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുന്ന സമ്പ്രദായമുണ്ട്. പിന്നെയോ ഗുരുസ്ഥാനത്തായിട്ട് നമുക്ക് കാണേണ്ടവരെ എല്ലാം കാണാം എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു മറുപടി പറഞ്ഞത് ഭഗവാൻ കൃഷ്ണൻ ഭാഗവതത്തിലാണ്. ഭാഗവതത്തിൽ ഭഗവാൻ പറഞ്ഞത്, അല്ലയോ ഭഗവാനെ, ഉദ്ധവന് ചോദിക്കുന്നുണ്ട്. ഉദ്ധവോപദേശം എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ. നമ്മൾ ഈ ഭാഗവതത്തിൽ മുഴുവൻ കഥകൾ കേൾക്കുമ്പോഴും ഏറ്റവും പ്രധാനമായി നമ്മൾ അറിഞ്ഞേണ്ടതായിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ ഉദ്ധവോപദേശം എന്നാണ്. ആ ഉദ്ധവോപദേശത്തിൽ ഭഗവാനോട് ഉദ്ധവര് ചോദിക്കുന്ന 21 ചോദ്യങ്ങളുണ്ട്. 21 ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ് ഭഗവാൻ പറഞ്ഞതാണ് ഭാഗവതത്തിലെ കഥകളായി പിന്നീട് വന്നത്. അതിനുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യാപിപ്പിച്ച് അല്ലെങ്കിൽ വിസ്തരിച്ചുകൊണ്ടാണ് കഥകളിലൂടെ അത് നമുക്ക് പറഞ്ഞത്. അതൊക്കെ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ അത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ പറയുന്ന കഥകൾക്കല്ല, കഥകളിലിരിക്കുന്ന തത്വങ്ങൾക്കാണ് പ്രാധാന്യമെന്ന്. ഓരോ കഥകളിലും ഉൾക്കൊള്ളിച്ചിരിക്കുന്നതായിരിക്കുന്ന ഒരു തത്വമുണ്ട്. അത് കഥാരൂപേണ നമ്മളിലേക്ക് നൽകുകയാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അതല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണെങ്കിൽ പോലും ഇഷ്ടമുള്ള മരുന്ന് ഏതാണ്? ഹോമിയോ മരുന്നാണില്ലേ? അതെന്തുകൊണ്ടാണ്? അതിനൊരു മധുരമുണ്ട്. നമ്മൾ മറന്നാലും കുട്ടികൾ നമ്മളെ ഓർമ്മിപ്പിക്കില്ലേ? കുട്ടികൾക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അവരുടെ മൂക്ക് പൊത്തണ്ട, വാ വലുതാക്കണ്ട, അങ്ങനെ ഒന്നും ചെയ്യണ്ട. അതെല്ലാം അവർ കൃത്യമായി നമ്മളെ ഓർമ്മിപ്പിച്ച് അവർ കഴിച്ചു. അപ്പോൾ അങ്ങനെ ആ മാധുര്യത്തോടു കൂടിയാണ് ഭാഗവതത്തിൽ കഥകൾ പറഞ്ഞു തന്ന് ആ കഥകളിലൂടെ ഒരു തത്വങ്ങൾ നമ്മളിലേക്ക് പറഞ്ഞു തന്ന് ആ തത്വങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതത്തിലെ കഥകൾ നമുക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ ഭഗവാനോട് ഉദ്ധവർ ഈ 21 ചോദ്യം ചോദിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടതൊന്നാണ് പൂജാതത്വം എന്ന് പറഞ്ഞത്. എങ്ങനെയാണ് ഭഗവാനെ അങ്ങേ ഞങ്ങൾ പൂജിക്കേണ്ടത്? അപ്പം അതിലെ മറ്റൊരു ചോദ്യമാണ് ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, അങ്ങ് ഇത്രമാത്രം അറിവും കഴിവും ഉള്ള ഒരു വ്യക്തിയായി മാറും. അതെങ്ങനെയാണ്
ഏത് ഗുരുക്കന്മാരിൽ നിന്നാണ് അങ്ങ് ഇതെല്ലാം പഠിച്ചത് എന്ന് പറ്റൂ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, എനിക്കൊരു ഗുരുവുണ്ട്. ആ ഗുരുവിൻ്റെ പേരെന്താണ്? സാന്ദീപനി മഹർഷി എന്നാണ്. ആ സാന്ദീപനി മഹർഷിയുടെ അടുക്കൽ നിന്നും ശിഷ്യത്വം സ്വീകരിച്ച് ഞാൻ കലകളെപ്പറ്റിയെല്ലാം ഞാൻ പഠിച്ച ആളാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രധാനമായി കണ്ടിട്ടുള്ള 24 ഗുരുക്കന്മാരുണ്ട് എന്ന് പറയും. ഈ 24 ഗുരുക്കന്മാരാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അറിവുകൾ പകർന്നു തന്നത് എന്നും. ഈ 64 ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ അറിവുകളാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ വിജയങ്ങളെ എനിക്ക് നൽകിയത് എന്ന് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു. എന്നിട്ട് 24 ഗുരുക്കന്മാരെ നമുക്ക് പറഞ്ഞു തന്നു. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ 24 ഗുരുക്കന്മാരും എവിടെ അവൈലബിളാണ്? തേവലശ്ശേരിയിൽ അവൈലബിളാണ്. പക്ഷെ നമ്മൾ ഇവരെ ആരും കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ എന്തുണ്ട്? ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അതിൽ ഈ 24 ഗുരുക്കന്മാരെയാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. 24 ഗുരുക്കന്മാരുടെ പേരുകൾ നമ്മൾ മനസ്സിലാക്കി വെച്ചോ. അത് നമ്മൾ മനസ്സിലാക്കി വെച്ച്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നമ്മൾ നാരദൻ്റെ വീണയുടെ പേര് പറഞ്ഞിട്ട് ഇപ്രാവശ്യം ചോദിച്ചപ്പോൾ എന്തായി? മറന്നുപോയി. ഇത്രയേ ഉള്ളൂ നമ്മളുടെ ആ കാര്യം, അത്രയേ ഉള്ളൂ. പിന്നീട് ചോദിച്ചാൽ പോയി. അതൊക്കെ നമ്മൾ അന്നേരം ഇതൊക്കെ കേൾക്കും. പിന്നീട് നമുക്ക് ഒത്തിരി പേരൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. ഉള്ളവരിൽ 10 പേരുള്ളൂ എങ്കിൽ പോലും ആ ഉള്ളവരിൽ നിന്ന് നല്ലതായി അത് പഠിക്കപ്പെടാൻ നമുക്ക് ശ്രമിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്താണ് കാര്യമെന്ന് ചിന്തിക്കണം. അപ്പോൾ 24 ഗുരുക്കന്മാരാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നമ്മളിലുള്ള സ്വാത്വികമായിരിക്കുന്ന അവസ്ഥകളെ മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ശരികളും തെറ്റുകളും എന്താണെന്ന് നമുക്ക് മനസ്സിലാകണം. ഒരു കാര്യം നടക്കുമ്പോൾ അവയുടെ ശരികൾ എന്താണെന്നും തെറ്റുകൾ എന്താണെന്നും അങ്ങനെ വിധി നിഷേധങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ അറിയണം. ആ വിധി നിഷേധങ്ങൾ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്കത് വേണ്ടതാണോ വേണ്ടാത്തതാണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ 24 ഗുരുക്കന്മാരെ പറയുകയാണ്. അവരിൽ നിന്ന് എന്തെല്ലാമാണ് പഠിച്ചതെന്ന് കൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ഗുരുക്കന്മാരുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് ഉദ്ധവർക്ക് കൂടി മനസ്സിലായി. എന്നിട്ട് ഉദ്ധവരോട് പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തന്ന കാര്യങ്ങൾ നീ അതെല്ലാവരോടും പോയി പറയണം. ഈ എല്ലാവരോടും പോയി പറഞ്ഞിട്ട് അതെല്ലാവരും അത് മനസ്സിലാക്കും. എല്ലാവരും അത് മനസ്സിലാക്കി അതിൽ നിന്നും കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുവാൻ, ഈ ഭാഗവത ധർമ്മത്തെ എത്തിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പം അങ്ങനെയാണ് ആ ഗുരുക്കന്മാരുടെ പേരുകൾ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഗുരുവിൻ്റെ പേര് പറയുകയാണ്. ഒന്നാമത്തെ ഗുരു എന്ന് പറയുന്നത് ഭൂമിയാണ്. ഭൂമി എന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചത് ക്ഷമ എന്താണെന്ന് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ഭൂമി എന്ന ഗുരുവിൽ നിന്നാണ്. ഈ ഭൂമി ഇവിടെ ഉണ്ടോ? തേവലശ്ശേരിയിലുണ്ടോ ഭൂമി? ഉണ്ട് ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ടില്ലേ? നമുക്ക് സ്വന്തമായിട്ടുമുണ്ട്, അപ്പുറത്തുമുണ്ട്, ഇപ്പുറത്തുമുണ്ട്, എല്ലായിടവും ഉണ്ട് ഭൂമി. ഈ ഭൂമിയിൽ നിന്ന് ഞാൻ ക്ഷമ പഠിച്ചു. എങ്ങനെയാണ്? ഈ ഭൂമിയോട് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഏതെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയാലും ഒരിക്കൽ പോലും ഭൂമി നമ്മളോട് പിണങ്ങാറില്ല. അങ്ങേ ഏറ്റവും പറ്റിയെങ്കിലേ ഉള്ളൂ ഭൂമി ഒന്ന് പിണങ്ങുന്നത്. പിണങ്ങിയാൽ പിന്നെ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിരുന്നു. അപ്പോൾ എത്രമാത്രം ക്ഷമിക്കാമെന്ന് നമ്മൾ പറയത്തില്ലേ? ഞാൻ ഭൂമിയോളം ഒക്കെ ക്ഷമിച്ചെന്ന് പറയുന്നു. അപ്പോൾ ക്ഷമയുടെ ഏറ്റവും അറ്റം എന്ന് പറയുന്നത് എന്താണ്? ഭൂമിയെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഭൂമിയിൽ നിന്ന് ഞാൻ പഠിച്ചത് എന്താണ്? ക്ഷമ എന്ന ഗുണമാണ്. അപ്പോൾ ഒന്നാമത്തെ ഗുരു ആരാണ്? ഭൂമിദേവിയാണ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് വായു ആണ്. രണ്ടാമത്തേത് വായുവാണ്. വായുവിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളിലും എവിടെയാണെങ്കിൽ പോലും ഒരേ സമയം സുഗന്ധത്തെയും ദുർഗന്ധത്തെയും അത് കൊണ്ടുപോകുന്നതിന് യാതൊരു മടിയുമില്ല എന്നത്. ഒരു ചന്ദനത്തിരി ഇവിടെ കത്തിച്ച് വെച്ചാൽ ഇവിടെ നിന്നൊരു കാറ്റ് അങ്ങോട്ട് വീശാമെങ്കിൽ ആ ചന്ദനത്തിരിയുടെ സുഗന്ധം നമ്മളുടെ അടുക്കലേക്ക് എല്ലാവരിലേക്കും എത്തും. അല്പസമയം കഴിഞ്ഞ് ഇവിടെ ഒരല്പം മറ്റെന്തെങ്കിലും ദുർഗന്ധമുള്ളൊരു സാധനം കൊണ്ടുവച്ചാൽ അടുത്ത കാറ്റിന് ഈ ദുർഗന്ധത്തെ വരുത്തും. അപ്പോൾ ഇത് നമ്മളുടെ ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാകും. സുഖവും ദുഃഖവും ഒക്കെ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായാലും ഇവയൊക്കെ സ്വീകരിക്കാൻ കൂടി നമ്മൾ തയ്യാറാണ്. ഞാൻ സന്തോഷത്തെയും സുഖത്തെയും മാത്രമേ സ്വീകരിക്കൂ എന്ന് വിചാരിക്കരുത്. നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുണ്ടാകും. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളുണ്ടാകും. പണ്ടൊരിക്കൽ ഭഗവാൻ വന്നപ്പോൾ ഭഗവാനോട് കുന്തിദേവി ചോദിച്ചത് എന്താണ്? അല്ലയോ ഭഗവാനെ,
അമ്മയ്ക്ക് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വിപദസന്തുന ശശ്വൽ തത്ര തത്ര ജഗൽ ഗുരു. എന്താണ് ഭഗവാനെ, എന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും വരങ്ങൾ വേണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്കൊരു വരം വേണം ഭഗവാനെ. എന്ത് വരമാണ് വേണ്ടത്? അപ്പോൾ പറഞ്ഞു വിപദസന്തുന ശശ്വൽ തത്ര തത്ര ജഗൽ ഗുരു. അല്ലയോ ഭഗവാനെ, എനിക്ക് ആപത്തുകളും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ വേണം. എങ്ങനെ വേണം? ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ആപത്തുകളും ബുദ്ധിമുട്ടുകളും എനിക്ക് തരണം. അപ്പോൾ ഭഗവാൻ ചോദിച്ചു അതെന്തിനാണ്? ആരെങ്കിലും അങ്ങനെ ഒരു വരം ചോദിക്കുമോ? അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ജീവിതത്തിൽ സുഖങ്ങൾ മാത്രമുണ്ടായാൽ ഞങ്ങൾ ഒരിക്കലും ഭഗവാനെ അങ്ങേ ഓർക്കുകയില്ല. മറിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായാൽ ഞങ്ങൾ എപ്പോഴും അങ്ങയെ ഓർക്കും. അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുകയും കൂടി ചെയ്യും. അതുകൊണ്ട് എനിക്ക് എന്തുമാത്രം മതി ഭഗവാനെ? ദുഃഖങ്ങളും ദുരിതങ്ങളും ആപത്തുകളും മാത്രം എനിക്ക് ഭഗവാൻ വരമായി നൽകിയാൽ മതി. നമ്മളാണെ ചോദിക്കുമോ? നമ്മുടെ മുമ്പിൽ ഒരു ദിവസം ഭഗവാൻ വന്നു എന്ന് വിചാരിക്കട്ടെ. പോട്ട് നമ്മളിവിടെ വന്നപ്പോൾ ഭഗവതി നമ്മളോട് ചോദിക്കുകയാണ് നിനക്ക് എന്ത് വരം വേണം? ഒരു 2 മിനിറ്റ് ഭഗവതി ഒന്ന് നിൽക്കാവോ എന്ന് ചോദിക്കും. എന്തിനാന്ന് ചോദിക്കും. അല്ല, ഞാൻ അത് എഴുതിയൊരു ബുക്കാക്കി, ഒരു 200 പേജിൻ്റെ ഒരു ബുക്കാക്കി ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. നമുക്ക് ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അനവധിയാണ് നമുക്ക്, അല്ലേ? പക്ഷേ എന്താണ്, നമ്മളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകണം. നമുക്ക് സുഖങ്ങൾ മാത്രം പോരാ. സുഖങ്ങൾ അറിയണമെങ്കിൽ ദുഃഖങ്ങൾ എന്താണെന്ന് അനുഭവിച്ചെങ്കിലേ സുഖങ്ങൾ എന്താണെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഇല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോഴേ നമുക്ക് എന്താണ് പൈസയ്ക്ക് വിലയുള്ളത് എന്താണ് ഇപ്പോഴുള്ളവർക്ക്? അന്ന് ദാരിദ്ര്യം എന്തായിരുന്നു എന്ന് നന്നായിട്ട് അറിഞ്ഞിരുന്നു, ഇല്ലേ? ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അതുണ്ടോ? അതില്ല. അവർക്ക് എന്തറിയില്ല? ഇല്ലായ്മകൾ എന്താണെന്നും ദാരിദ്ര്യം എന്താണെന്നും ബുദ്ധിമുട്ട് എന്താണെന്നും ഒന്നും അവർക്കറിയില്ല. ഒരു കുട്ടിയെയും ഇന്ന് സ്കൂളിന് പുറത്ത് നിർത്താറില്ല ഫീസ് അടയ്ക്കാത്തതിനുണ്ടോ? ഇന്ന് ഒരാളും സാമ്പത്തികപരമായി ബുദ്ധിമുട്ടിലല്ല, ആണോ? അല്ല, എല്ലാവരുടെയും സമ്പത്തുണ്ട്. പൈസ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് പൈസ കടം തരാൻ ആൾക്കാർ തയ്യാറാണ്. നമ്മളെ വിളിച്ചാൽ പറയുന്നത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഞങ്ങൾ ലോൺ അനുവദിച്ചിരിക്കുന്നു. നമ്മൾ മനസ്സാവാച അറിഞ്ഞതല്ല. ആകെ ചെയ്ത ഒരേ ഒരു തെറ്റെന്തേ ചെയ്തുള്ളൂ, കോഴഞ്ചേരി ചെന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമ്മൾ സാധനം മേടിച്ചപ്പോൾ അവർ നമ്മളോട് എന്ത് ചോദിച്ചു? ഫോൺ നമ്പർ ചോദിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഓഹോ എൻ്റെ ഫോൺ നമ്പരൊക്കെ ചോദിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഫോൺ നമ്പറുകളെല്ലാം കൂടി അവർ ഒന്നിച്ചെടുത്തങ്ങ് വിൽക്കും. ഒരു 50,000 അല്ലെ 25,000 ഫോൺ നമ്പറുകൾ വിൽക്കും. ആ വിൽക്കുന്നത് ആർക്കാണ്? മൾട്ടിനാഷണൽ കമ്പനികൾക്ക് അത് പോകും. അവരെന്ത് ചെയ്യും? അത് മേടിച്ചിട്ട് അതിൽ ഓരോരുത്തരെയും അവരുടെ ഓരോ പ്രൊഫൈലുകൾ നോക്കി അതാരാണെന്ന് മനസ്സിലാക്കി നമ്മളെ ഇങ്ങോട്ട് വിളിക്കും. ഇല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്കൊരു പരിചയമില്ലാത്ത ആളാണ് നമ്മളെ ഡൽഹിയിൽ നിന്നും ബോംബെയിൽ നിന്നും വിളിച്ചിട്ട് പറയുന്നത്. നിങ്ങളെയൊക്കെ വിളിക്കാറുണ്ടോ അങ്ങനെ? നിങ്ങൾക്കൊരു 25,000 രൂപ അല്ലെങ്കിൽ 50,000 ഒക്കെ നമുക്കിപ്പോൾ ഒന്നിനും ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? 1 ലക്ഷവും 2 ലക്ഷവും 5 ലക്ഷവും 10 ലക്ഷവും ഒക്കെയാണ് നമുക്ക് അനുവദിക്കുന്നത്. 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപ നിങ്ങൾക്കൊരു ലോണായിട്ട് അനുവദിച്ചിരിക്കുന്നു. ഇപ്പം നമ്മൾ വിചാരിക്കും നമ്മളിതൊന്നും അന്വേഷിച്ചില്ലല്ലോ. അല്ല, നിങ്ങൾക്ക് ലോൺ എടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് അടുത്ത ചോദ്യമാണ്. ആദ്യത്തേതിനകത്ത് വീണില്ല, ഇല്ലെങ്കിൽ രണ്ടാമത്തേതിനകത്ത് കുരുക്കിട്ട് നമ്മളെ വീഴ്ത്തും. എന്തിനാണ്? നമ്മൾ വീണ്ടും ആ കുരുക്കിലേക്ക് ചെന്നുപെടാൻ വേണ്ടി. അപ്പോൾ നമ്മളുടെ മുമ്പിലേക്ക് ഇങ്ങനെ സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും നമുക്കില്ല. ഇല്ലായ്മകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ സുഖങ്ങളും സന്തോഷങ്ങളെയും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കത്തുള്ളൂ. ഈ ലൈറ്റുകൾക്കൊക്കെ എപ്പോഴാണ് വിലയുണ്ടാവുന്നത്? ഈ മുറി ഇവിടെ നിറയെ ഇരുട്ടുള്ളത് കൊണ്ടാണ്. നമ്മൾ നോക്കുമ്പോൾ ഇവിടെ എല്ലാം വെളിച്ചമാണ്, പക്ഷേ ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഇരുട്ടാണ്. ഈ ഇരുട്ടിൻ്റെ അടുക്കൽ ഈ വെളിച്ചങ്ങൾ ഉണ്ടായ ലൈറ്റുകൾ കത്തിയത് കൊണ്ടാണ് ഇവിടുത്തെ മാത്രം ഇരുട്ടുകൾ മാറിയത്. പുറകിലോട്ടൊക്കെ ചിന്തിച്ചാൽ അതിഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ദുഃഖങ്ങൾ ഉണ്ടാകുന്നിടത്തെ സുഖങ്ങൾക്ക് ഗുണവും ബലവും ഉണ്ടാകുകയുള്ളൂ. അത് ഞാൻ ആരിൽ നിന്ന് പഠിച്ചു? ജീവിതമാകുന്ന യാത്രയിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാകും. ഇത് രണ്ടിനെയും നമ്മൾ ഒരുപോലെ സ്വീകരിക്കണം. നമുക്കെന്തെങ്കിലും പ്രയാസം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരെയാണ് പഴി പറയുന്നത്? എന്നാലും എൻ്റെ ഭഗവതി എന്നോട് ഇത് ചെയ്തല്ലോ എന്ന് വിചാരിക്കും, ഇല്ലേ? ഭഗവതിയാണോ ഇത് ചെയ്തത്? നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടുണ്ടായതാണെന്ന് നമുക്കറിയാമെങ്കിൽ നമ്മൾ സമ്മതിച്ചില്ലേലും നമുക്കറിയാം അത് നമ്മുടെ കുഴപ്പം കൊണ്ടാണെന്ന് വിചാരിക്കും. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുന്ന മകൻ പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ പറയും ഇനി ഒരൊറ്റ വഴിപാട് ഞാൻ അമ്പലത്തിൽ കഴിക്കത്തില്ല. അവനെ പഠിക്കാൻ വിട്ടിട്ട് നേരെ ജോലി അവൻ പഠിക്കാത്തത് ആരുടെ കുറ്റം കൊണ്ടാണ്?
ഒരു കുട്ടി പഠിക്കാൻ വിട്ടു, പഠിക്കാൻ പോകുന്ന കുട്ടി പഠിക്കാതിരുന്നതെങ്കിൽ അത് ആരുടെ കുറ്റം കൊണ്ടാണ്? ആരുടെ കുറ്റം കൊണ്ടാണ്? കുട്ടിയുടെ കുറ്റമാണോ? ഒന്നുമല്ല, രക്ഷകർത്താക്കളുടെ കുറ്റം കൊണ്ടാണ്. രക്ഷകർത്താക്കളുടെ കുറ്റം കൊണ്ടാന്നേ. അതിന് ഞങ്ങളെന്തോ പറഞ്ഞു, അവനോട് പഠിക്കേണ്ടെന്ന് പറഞ്ഞു. നമ്മൾ പഠിക്കേണ്ടെന്ന് പറഞ്ഞില്ല, പക്ഷെ അവന് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ മറന്നുപോയി. 3 നേരം ഭക്ഷണം കഴിക്കാൻ നമ്മൾ നിർബന്ധിക്കുമല്ലോ അല്ലേ? ഒരു ദിവസം 3 നേരം ഭക്ഷണങ്ങൾ അവന് ഇഷ്ടമുള്ള രീതിയിൽ ഭക്ഷണങ്ങൾ കൊടുത്ത് അവൻ ഭക്ഷണം കഴിപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ. പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതകളെപ്പറ്റി കൃത്യമായി പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി അവയുടെ ആവശ്യകതകൾ ഉൾക്കൊള്ളിക്കുവാൻ ഒരു കുട്ടിയെ പറഞ്ഞു മനസ്സിലാക്കുവാൻ ആര് തയ്യാറാകണം? രക്ഷകർത്താക്കൾ തയ്യാറാകണം. പരീക്ഷയ്ക്ക് തോറ്റു കഴിഞ്ഞാൽ അധ്യാപകനെയാണ് കുറ്റം പറയുന്നത്. സാറിനിപ്പോൾ വലിയ അത്യാവശ്യമൊന്നുമില്ല നമ്മുടെ കുഞ്ഞ് ജയിക്കണമെന്നൊന്നും ഉണ്ടോ? പക്ഷെ ആർക്കുണ്ടത് അത്യാവശ്യം? നമുക്കുണ്ട് അത്യാവശ്യം. നമ്മുടെ കുട്ടികൾ അതിനു വേണ്ടിയിട്ട് തയ്യാറാകണമെന്നുള്ളതിൻ്റെ ബോധം അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? നമ്മൾ രക്ഷകർത്താക്കളുടെ ആവശ്യമാണ്. ആ രക്ഷകർത്താക്കൾ കൃത്യമായി പ്രവർത്തിക്കപ്പെട്ടാൽ ആ കുട്ടികൾ കൃത്യമായ രീതിയിലേക്ക് അവർ പഠിച്ചു വരും. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഒരു 4 ട്യൂഷൻ അങ്ങ് വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. ഇതെല്ലാം കുട്ടിയിൽ താങ്ങാവുന്നതിനപ്പുറത്തേക്ക് മാറുന്ന കുട്ടികളെല്ലാം ഒരു ഡിഗ്രി ഒരു +2 ഒക്കെ കഴിയുമ്പോഴത്തേക്ക് മറ്റൊരു തലത്തിലേക്ക് എത്തുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയ രോഗമാണിപ്പോൾ ഡിപ്രഷൻ എന്ന് പറയും. അവർക്ക് താങ്ങാവുന്നതിനപ്പുറത്തേക്ക് ഭാരങ്ങൾ ആ കുട്ടികൾക്കുണ്ടാകും. മാനസികമായിരിക്കുന്ന സ്വസ്ഥതകളില്ലാതെ കുട്ടികൾ വരുന്നു. കൗൺസിലിങ്ങുകളൊക്കെ നടത്തുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. കാരണം കുട്ടികൾക്ക് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇപ്പോഴത്തെ ഭാരങ്ങളെന്ന് പറയും. ആശ്വാസങ്ങൾ കൊടുക്കുവാൻ ആരുണ്ടാകുന്നില്ല? രക്ഷകർത്താക്കളുടെ ആ ഒരു സാമീപ്യം പലപ്പോഴും ഉണ്ടാകുന്നില്ല. കാരണം നമ്മുടെ രക്ഷകർത്താക്കളെല്ലാം എന്തിൻ്റെ പുറകെയാണ്? ജോലിയുടെയും സമ്പത്തിൻ്റെയും പുറകെ പോയി അവർ മുന്നോട്ട് പോവുകയാണ്. എല്ലാം വെട്ടിപ്പിടിക്കണമെന്നും നേടിയെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പോവുകയാണ്. പലപ്പോഴും കുട്ടികളുടെ മാനസികമായിരിക്കുന്ന വലിപ്പത്തെയോ വളർച്ചകളെയോ പലപ്പോഴും നമ്മൾ രക്ഷകർത്താക്കൾ കാണുന്നില്ല. അവരുടെ മാനസികമായിരിക്കുന്ന വളർച്ചകളെ കൃത്യമായി വേണ്ട സമയത്ത് വേണ്ട വിധത്തിൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞു തന്ന ഉത്തമമായിരിക്കുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതാണെന്ത്? രാമായണം. നമ്മൾ പറഞ്ഞിന്നലെ രാമായണത്തിലെ പറഞ്ഞതിനകത്തിൽ പറഞ്ഞിരുന്നു, രാമൻ കൗമാരകാലത്ത് ഏറ്റവും മോശമായ തലത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് തൻ്റെ മകൻ എന്താണ് ഇങ്ങനെയെന്ന് വിഷമിച്ചിരുന്ന ദശരഥൻ്റെ അടുക്കൽ ചെന്നിട്ട് വസിഷ്ഠ മഹർഷി പറഞ്ഞു കൊടുത്തു, അങ്ങനെയൊന്നുമല്ല, അവൻ്റെ ഈ പ്രായം അതാണ്. അവൻ ആയുധാഭ്യാസമെല്ലാം വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞു നിൽക്കുന്ന ഈ കൗമാരകാലം എന്ന് പറയുന്നത് തൊട്ടാൽ പൊട്ടുന്ന പ്രായം തന്നെയാണ്. അപ്പോൾ എന്തു പറഞ്ഞാലും അതിനെ ഉൾക്കൊള്ളുവാൻ അവന് സാധിക്കാറില്ല. ഏതെല്ലാം വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നിനെയും താങ്ങാനുള്ള മാനസികമായിരിക്കുന്ന ധൈര്യം ആ സമയത്തില്ല. എല്ലാത്തിനോടും പ്രതികരിക്കാനായി അവൻ ശ്രമിക്കുന്നു. അതിനെന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, അത് സാരമില്ല, ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാമനെയും കൊണ്ട് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയി 18 ദിവസമാണ് അവർ തമ്മിൽ സംസാരിച്ചത്. 18 ദിവസം രാമനും വസിഷ്ഠ മഹർഷിയും തമ്മിൽ സംസാരിച്ചു. അവർ രണ്ടുപേരും തമ്മിൽ സംസാരിച്ച വിഷയമാണ് ആ 18 ദിവസം രാമനും വസിഷ്ഠ മഹർഷിയും തമ്മിൽ സംസാരിച്ച കാര്യമാണ് പറയുന്നത്. ഇത് ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? ആ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? യോഗവാസിഷ്ഠം എന്ന് പറയും. ആ യോഗവാസിഷ്ഠം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഇലയാണ് എങ്കിൽ അതിൻ്റെ വൃക്ഷം എന്ന് പറയുന്നത് യോഗവാസിഷ്ഠം എന്നാണ്. ഭഗവത്ഗീതയെല്ലാം നമുക്കറിയാമില്ലേ? ഭഗവത്ഗീതയെല്ലാം നമുക്കറിയാം. പക്ഷേ ഭഗവത്ഗീത എന്ന് പറയുന്നത് ഒരു ഇലയുടെ കഷ്ണമാണ്, ഒരു ഇല മാത്രമാണ്. ഒരു ആലിൻ്റെ ഇലയാണെങ്കിൽ ആൽമരമാണ് എന്ത്? യോഗവാസിഷ്ഠം. യോഗവാസിഷ്ഠം കണ്ടിട്ടുണ്ടോ? ഇല്ല, പിന്നല്ലേ വായിക്കുന്നതില്ലേ? യോഗവാസിഷ്ഠം ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ചർച്ച ചെയ്യാം. ഒരു പ്രാവശ്യമെങ്കിലും യോഗവാസിഷ്ഠത്തിൽ അതിന് അധ്യായങ്ങളെ പ്രകരണങ്ങളാണ് എന്നാണ് പറയുന്നത്. 256 അധ്യായങ്ങളുണ്ട്. അതിൽ 256 അധ്യായങ്ങളിലൂടെ പറയുന്നത് ഒരു കൗമാരക്കാലത്ത് നിൽക്കുന്ന ഒരു പയ്യനും അറിവിൻ്റെ നിറകുടമായി നിൽക്കുന്ന മഹർഷിയും തമ്മിലുള്ള ചർച്ചകളാണ്.
അവരുടെ സംവാദങ്ങളല്ല അവിടെ, അവരുടെ ചർച്ചകളാണ്, രാമൻ്റെ ചോദ്യങ്ങൾ. ആ രാമൻ്റെ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറഞ്ഞു കൊടുത്തിട്ട് ചോദിക്കും, എൻ്റെ ഈ ഉത്തരങ്ങൾ കൊണ്ട് നിനക്ക് തൃപ്തിയായോ? ഇല്ല എങ്കിൽ ഞാൻ മറ്റൊരു ഉദാഹരണവും കൂടി പറയാം. അങ്ങനെ ഉദാഹരണങ്ങൾ കൃത്യമായി പറഞ്ഞ് രാമനിലെ സംശയങ്ങളെ ദൂരീകരിച്ചു കൊണ്ട് രാമനെ നേരായ മാർഗത്തിലേക്ക് വിളിച്ചപ്പോഴാണ് എന്തുണ്ടായത്? യാഗരക്ഷ ചെയ്യാനായി വിശ്വാമിത്ര മഹർഷിയുടെ ഒപ്പം തന്നെ രാമൻ പോയത്. എന്നിട്ടാണ് വിവാഹം പോലും നടത്തിയത്. അതാണ് ഒരു കുട്ടിക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്കും ഇതൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. ഇത് അത്യാവശ്യമായ വിധത്തിലേക്ക് ഏതെല്ലാം കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്ന് ആ കുട്ടികൾക്ക് തോന്നണമെങ്കിൽ അവർക്ക് വേണ്ട വിധത്തിലുള്ള അറിവും വിദ്യാഭ്യാസം മാത്രമേ പോരാ, അറിവും ബോധവും കൂടി കൊടുത്തു കഴിയുമ്പോഴാണെന്ത് അവർക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകും. കൗമാരകാലത്തുണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് തിരിച്ചറിവുകളാണ്. അതുകൊണ്ടാണ് പണ്ട് നമ്മളോട് പറയുമായിരുന്നു, അത് ആൺകുട്ടികളെക്കാൾ പെൺകുട്ടികൾക്ക് നേരത്തെ ഉണ്ടാകണം. അതുകൊണ്ട് അതിനൊരു വാക്ക് പറയുമായിരുന്നു പണ്ടുള്ളവർ. എന്താണ് അത്? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണെന്ന് പറയും, ഇല്ലേ? എന്താണ് എട്ടും പൊട്ടും എന്ന് പറയുന്നത്? എന്താണ്? കേട്ടിട്ടുണ്ടോ? അങ്ങനെ കേട്ടിട്ടുണ്ടോ? എട്ടും പൊട്ടും എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എട്ടും പൊട്ടും തിരിയാത്ത പെണ്ണാണ് എന്ന് പറയും. എന്താണ് എട്ടും പൊട്ടും? എന്താണ് എട്ടും പൊട്ടും? തെറ്റിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞോളൂ. നമ്മളിങ്ങനെ ഇരുന്ന് ഞാൻ മാത്രം ഇരുന്ന് പറയുന്നു, നിങ്ങളിങ്ങനെ എപ്പോൾ നിർത്തുമെന്ന് വിചാരിച്ച് വിഷമിച്ചിരിക്കാതെ. എന്ത് തിരിച്ചറിവ്? പണ്ടങ്ങനെ ഒരു പാട്ടുണ്ടായിരുന്നില്ല, എട്ടും പൊട്ടും തിരിയാത്ത പാവാടക്കാരി എന്ന്. അതാണ് അതിൻ്റെ ഉത്തരം തന്നെ. ഒരു പെൺകുട്ടി പാവാട ധരിക്കുക എന്ന് പറയുന്ന അവൾ പ്രായപൂർത്തിയാകുമ്പോൾ മുതലാണ്, അല്ലേ? പ്രായപൂർത്തിയാകുമ്പോൾ മുതലാണ് അവൾ പാവാട ധരിക്കുന്നത്. ആ സമയത്ത് അവൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? എട്ടും പൊട്ടുമാണ്. എന്താണ് ആ എട്ടും പൊട്ടും? നിങ്ങൾ ഉത്തരം പറയണം. തെറ്റിക്കോട്ടെ, നമ്മൾ പറയണം. പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് പറയണം. പറഞ്ഞ് ഞാൻ പറയുന്നത് തെറ്റായാലോ, തെറ്റായെങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റുകയുള്ളൂ. നമ്മൾ ശരികൾ മാത്രം എഴുതുന്നതിലല്ല, തെറ്റുകൾ പറയുമ്പോഴാണ് ആ തെറ്റുകൾ എങ്കിലേ നമുക്ക് തിരുത്താൻ പറ്റൂ. ഹരിശ്രീ എഴുതിയപ്പോഴെല്ലാം ശരിയായിട്ടങ്ങ് പഠിച്ചു വന്നിരുന്നങ്ങ് എഴുതുമായിരുന്നു. അല്ല, ഒരുപാട് പ്രാവശ്യം എഴുതി തെറ്റി അവസാനം എന്ത് ചെയ്യും? നമ്മുടെ വിരലിഞ്ഞോട്ട് പിടിച്ച മണലിനകത്തോട്ട് പിടിച്ച രണ്ട് എഴുത്ത് ജീവിതത്തിൽ മറന്നിട്ടുണ്ടോ? അത് ഉണ്ടോ? ഇല്ല. ഇപ്പോഴും നമുക്ക് നമ്മുടെ ആ പണ്ട് പറയുന്ന ആശാട്ടി എന്നായിരുന്നില്ലേ, ആ ആശാട്ടിയുടെ കാര്യം പറയുമ്പോഴേ നമ്മുടെ കൈവിരലിരുന്ന് തരിക്കും, ഇല്ലേ? അതൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നിട്ടില്ല. ആ വിദ്യാഭ്യാസം ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. എന്തിനായിരുന്നു? നമ്മുടെ ഉള്ളിൽ അത് ഉറയ്ക്കണം. അത് ജീവിതത്തിൽ നമ്മൾ മറന്നു പോകത്തില്ല. അന്ന് നമ്മളെ പിച്ചുമായിരുന്നു, അടിക്കുമായിരുന്നു, ഇതൊക്കെയായിരുന്നു. അതെല്ലാം ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളാണെന്നാണ്. സ്കൂളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ള, അടിച്ചിട്ടുള്ള സാറിനാണ് നമ്മളോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്. അത് ഈ പ്രായമൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വലിയ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അധ്യാപകർ നമ്മളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നോ. അപ്പം എന്താണ് എട്ടും പൊട്ടും? പ്രായപൂർത്തിയായി കഴിയുന്ന ഒരു പെൺകുട്ടി അവൾ അവളുടെ ജീവിതത്തിൽ ആദ്യം അറിയേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അതാണ് എട്ടും പൊട്ടും എന്ന് പറയുന്നത്. ഇനി ഞാൻ തന്നെ പറയും. അതാണ് ഏറ്റവും ഉചിതമായിരിക്കുന്ന കാര്യം എന്ന് പറയും. എന്താണ് എട്ടും പൊട്ടും എന്ന് പറയുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കും, ഇല്ലേ? ഭക്ഷണം കഴിച്ചിട്ട് എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? കൈ കഴുകി വീട്ടിൽ പോകും. അതല്ല, ഭക്ഷണം കഴിച്ച് നമ്മുടെ വീട്ടിലെ കാര്യമാണ്. വീട്ടിൽ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോൾ എച്ചിലൊക്കെ മാറ്റി അവിടെ എന്ത് ചെയ്യും? എച്ചിൽ തളിക്കും, ഇല്ലേ? ആ എച്ചിൽ തളിക്കുന്നത് എങ്ങനെയാണ്? കയ്യിൽ വെള്ളമെടുത്ത് കമഴ്ത്തി തളിക്കുമോ മലർത്തി തളിക്കുമോ?
ഇങ്ങനെ കാണിക്കരുത്. അപ്പോൾ ഈ രണ്ടും കൂടായി. ചായയാണോ കാപ്പിയാണോ ഇഷ്ടം പറഞ്ഞ് ചാപ്പിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ. എന്തോ അതെങ്ങനെ കുടയും? ഇങ്ങനെ വെള്ളം കുടയാൻ പറ്റുന്നേ? അത് തേവലശ്ശേരിയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക പ്രതിഭാസമാണ് വെള്ളം എടുത്ത് ഇങ്ങനെ കുടയാൻ പറ്റുന്നത്. ഞങ്ങളുടെയൊക്കെ കൊരമ്പാലയിലൊക്കെ കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെയാണ് കുടയുന്നത്. അത് തേവലശ്ശേരിക്ക് മാത്രം കിട്ടിയ ഒരു അനുഗ്രഹമാണോ എന്ന് എനിക്കറിയില്ല. ഇങ്ങനെ കളിച്ചാൽ കയ്യിൽ വെള്ളം കിട്ടുമോ? കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ആ വെള്ളം പോവില്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഈ സംഭവം ചെയ്തിട്ടില്ലെന്നാണ് അല്ലേ? നമ്മൾ വീട്ടിൽ ചെന്ന് നോക്കണം. കയ്യിൽ വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തളിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. കയ്യിൽ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെയാണ് മലർത്തി തളിക്കും. മലർത്തി തളിക്കുമ്പോൾ ഈ വെള്ളം എങ്ങനെ വീഴും? തറയിൽ വീഴുന്ന എങ്ങനെയാണ്? പൊട്ടുപോലെ വീഴും. ഒത്തിരി വെള്ളം വീഴത്തില്ല. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും? കൈകൊണ്ട് 8 പോലെ വരച്ച്, അല്ലെങ്കിൽ 8 വര പോലെ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് 8 വര വരയ്ക്കും. എന്ന് വെച്ചാൽ അതാണ് 8ഉം പൊട്ടും എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? എച്ചിൽ തളിക്കാൻ പഠിക്കുക എന്നാണ്. ഒരു പെൺകുട്ടി പാവാട ധരിക്കുന്ന പ്രായത്തിൽ അവൾക്ക് ആദ്യം പഠിക്കേണ്ടത് ശുദ്ധിയാണ്. എന്താണ് ശുദ്ധിയെന്നും എന്താണ് അശുദ്ധിയെന്നും, അശുദ്ധിയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ശുദ്ധിയാക്കേണ്ടതെന്ന് അവൾ പഠിക്കുന്നു. കഴിക്കുന്ന ആഹാരം മുതൽ. ആഹാരം കഴിച്ചു കഴിഞ്ഞു കഴിയുമ്പോൾ അവിടെ എച്ചിൽ തളിക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യും? കുട്ടി ചോദിക്കും, എന്താണ് എച്ചിൽ? അപ്പോൾ എന്ത് മനസ്സിലാവണം? എച്ചിലും മറ്റും എന്താണെന്ന് നമുക്ക് അന്നേരം അറിയണം. എന്താണ് എച്ചിലും മറ്റും തമ്മിലുള്ള വ്യത്യാസം? എന്താണ് എച്ചിലും മറ്റും തമ്മിലുള്ള വ്യത്യാസം? ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ എന്തെല്ലാം രീതി പറഞ്ഞതാണെന്നറിയാം. എന്തോ കഴിച്ചതിൻ്റെ ബാക്കി വരുന്ന എച്ചിലും. ഇപ്പോൾ വറ്റോ? കഴിക്കുന്നത് വറ്റും. ചോറെന്നല്ല, എച്ചിലും വറ്റും എന്ന് പറയും. എച്ചിലാക്കരുത്, വറ്റാണ് എന്നൊക്കെ പറയില്ലേ? അപ്പം എച്ചിലും വറ്റും എന്ന് പറയുന്നത് ഇതൊന്നും അല്ല സംഭവം. നമ്മൾ ഭക്ഷണം പാകം ചെയ്തു. അതായത് നമ്മളൊരു പാത്രത്തിൽ ചോറ് വെച്ചു. ചോറ് വെച്ചിട്ട് വിളമ്പാനായി അത് പകർന്നു. വിളമ്പുന്നതിനായി പകർന്നു. വെച്ച പാത്രം എടുത്ത് വിളമ്പരുതെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ ആകെ ഒരു കൊച്ചു പാത്രത്തിൽ അച്ചിരി ചോറ് വെക്കുന്നത് നമ്മുടെ വീട്ടിൽ. ഒരൊറ്റ കുഞ്ഞുങ്ങൾക്ക് ഒരെണ്ണത്തിന് ഇപ്പോൾ ചോറ് വേണോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊന്നിനും ചോറെന്ന് പറയുന്ന അവർക്ക് ഏതാണ്ട് കലി പോലെ. ചോറെന്ന കുഞ്ഞുങ്ങളെ തല്ലിയാണ് തിരിക്കുന്നത് ഓരോരുത്തർക്ക്. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലായിടും അങ്ങനെ തന്നെ. ചോറെന്ന് കേൾക്കുന്നതേ പിള്ളേർക്ക് ദേഷ്യം. അപ്പോൾ വെച്ച പാത്രത്തിൽ ഒരു ഭക്ഷണം പാകം ചെയ്ത് കഴിയുമ്പോൾ വിളമ്പുന്നതിനായി പകർന്നെടുക്കും. എന്തുകൊണ്ടാണ്? ആ ഭക്ഷണത്തിൻ്റെ വിളമ്പുന്നതിനെ എല്ലാം കൃത്യമായി നിയന്ത്രിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം. എല്ലാം കൂടെ എടുത്ത് വെച്ചങ്ങ് വിളമ്പുമല്ല. അതിന് ഒരു കൃത്യമായിരിക്കുന്ന ഒരു നിയന്ത്രണം വേണം. അമ്മയ്ക്കറിയാം അതെങ്ങനെ വിളമ്പി കൊണ്ടുപോകണമെന്നറിയാം. അത് ഏത് വിധത്തിൽ വേണമല്ലേ? അങ്ങനെയല്ലേ? നമുക്ക് അറിയില്ലേ? നമ്മുടെ വീട്ടിലറിയാം. അതെടുത്ത് വെച്ചാൽ അവസാനം വരുമ്പോൾ ഇനി ഒരല്പം കൂടി മതിയായിരുന്നു. അത് അവിടെ ഇരിപ്പുണ്ട്, ഞാൻ പ്രത്യേകം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഒരു അമ്മയുടെ പ്രത്യേകതയും ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വിളമ്പുന്നതിനായി പകർന്നു വെച്ചിരിക്കുന്നതാണ് എന്ത്? വറ്റ് എന്ന് പറയും. ഒരാൾ ഭക്ഷണം കഴിക്കാൻ ഇരുന്ന് കഴിയുമ്പോൾ ആ ആൾക്ക് വേണ്ടിയിട്ട് വിളമ്പിക്കഴിഞ്ഞാൽ അത് പിന്നെന്താണ്? എച്ചിലാണ്. അതുകൊണ്ടാണ് വിളമ്പുമ്പോൾ നമ്മൾ ഈ ചോറിനകത്ത് കുഴി ഉണ്ടാക്കി വിളമ്പി കൊടുക്കരുതെന്ന് പറയും. അത് പണ്ടൊക്കെ ആണെങ്കിൽ അതൊക്കെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം ഭക്ഷണത്തിൽ വേണം ഏറ്റവും വലിയ ശ്രദ്ധയും ശുദ്ധിയും വേണം. ശുദ്ധമായിരിക്കുന്ന ഭക്ഷണമാണ് നമുക്ക് ശക്തമായിരിക്കുന്ന ആരോഗ്യപരമായിരിക്കുന്ന ഒരു ശരീരത്തെ ഉണ്ടാക്കി തരുന്നത്. ആരോഗ്യത്തെ നിയന്ത്രിക്കുന്നതിന് അന്നം ഹി മന, മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിക്കുന്നത് നാം കഴിക്കുന്ന ആഹാരമാണ്. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യണം? ഭക്ഷണം വിളമ്പുമ്പോൾ തൊട്ട് വിളമ്പരുതെന്നൊക്കെ പറയും. ആ ചോറിനകത്തോട്ട് നമ്മളെന്താണ്? എച്ചിക്കൈ കൊണ്ട് പോലും നമ്മൾ വിളമ്പും ഇല്ലേ? എച്ചിക്കൈ കൊണ്ട് പോലും നമ്മൾ വിളമ്പുന്നതാണ്. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ആ കൈ കൊണ്ട് തന്നെ വിളമ്പുന്നവരാണ്. അതൊന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം.
അതുകൊണ്ടാണ് എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ കൃത്യമായി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിനകത്തിലുള്ള ശ്രദ്ധയും ശുദ്ധിയും നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ്, ഭക്ഷണം വിളമ്പി അവിടോട്ട് വെച്ചിട്ട് മൊബൈലും നമ്മൾ അങ്ങോട്ടൊന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞറിയത്തില്ല, ഇരുന്നങ്ങ് കഴിച്ചോളും. നമുക്കും സമാധാനമുണ്ട്, നമുക്കും സ്വസ്ഥതയുണ്ട് അല്ലേ. ഇന്ന് ഭക്ഷണം കൊടുക്കുമ്പോൾ നമുക്ക് കൊടുക്കേണ്ടത് ഭക്ഷണത്തിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു മൊബൈലിലെ എന്തെങ്കിലും ഒരു കാര്യം കൂടി കൊടുത്തില്ലെങ്കിൽ ഇന്നത്തെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കത്തില്ല. കഴിക്കുമോ? ഇല്ല. കുട്ടികളെ ആ ഒരു വിധത്തിലേക്ക് നമ്മളാക്കി മാറ്റും. അത് നമ്മൾ സ്വയം മാറ്റിയതാണ്. ആ ഒരു തലത്തിൽ നിന്നും യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും കൊണ്ടുവരാനായി പരിശ്രമിക്കുക. വിജയിക്കുകയോ വിജയിക്കാതിരിക്കുകയോ നമ്മൾ പക്ഷേ പരിശ്രമിക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്, നമ്മൾ രണ്ടാമത്തെ ഗുരുവിനെയാണ് നമ്മൾ പറയുന്നത് അല്ലേ. രണ്ടാമത്തെ ഗുരു ആരായിരുന്നു? വായുവാണ്. ആ വായുവിൻ്റെ പ്രത്യേകത എന്താണ്? സുഗന്ധവും ദുർഗന്ധവും ഒക്കെ ഒരുപോലെ വഹിക്കാൻ കഴിവുള്ളവരാണ്. ഒരുപോലെ വഹിക്കാൻ കഴിവുള്ളതെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സുഖവും ദുഃഖങ്ങളും ജീവിതത്തിൽ ഉണ്ടായാലും ആ സുഖത്തെയും ദുഃഖത്തെയും ഒരുപോലെ തന്നെ നമ്മൾ കൊണ്ടു നടക്കാൻ നമ്മൾ തയ്യാറാകണമെന്നാണ് പറയുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഗുരുനാഥൻ. ഒന്നാമത്തെ ഗുരു ആരായിരുന്നു? ഭൂമിയായിരുന്നു. രണ്ടാമത്തെ ഗുരു എന്ന് പറയുന്നത് വായുവാണ്. മൂന്നാമത്തെ ഗുരു എന്ന് പറയുന്നത് ആകാശമാണ്. ആകാശത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇങ്ങനെ സ്വച്ഛമായിട്ടും വിശാലമായിട്ടും കിടക്കുന്നത് ആകാശമാണ്. അപ്പോൾ സ്വച്ഛമായിട്ടും വിശാലമായും കിടക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നത് അങ്ങനെ വേണമെന്ന് പഠിച്ചത് ആകാശത്തിൽ നിന്നാണ്. ഒരറ്റം മുതൽ ഇങ്ങേ അറ്റം വരെ ഇങ്ങനെ ആകാശം ഇങ്ങനെ കിടക്കുകയാണല്ലേ. അപ്പോൾ ഇങ്ങനെ കിടക്കുന്ന ഈ ആകാശത്തിൻ്റെ ആ വിശാലതയും ആ സ്വസ്ഥതയുമാണ് ഞാൻ അതിൽ നിന്ന് പഠിച്ചത്. അതാണ്, അത് ജീവിതത്തിൽ നമുക്ക് വേണം. ഒരു വിശാലത നമുക്ക് വേണം. നമ്മളോട് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കേൾക്കും, അനുസരിക്കുമോ? അത് വേണോ വേണ്ടയോ എന്ന് നമ്മൾ ആലോചിക്കും. അപ്പോൾ ആ വിശാലമായിരിക്കുന്ന, കേട്ട് അനുസരിച്ച് പോലും അനുസരിച്ചില്ല പോലും, പറയുന്നത് കേൾക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. അതിനെന്തുണ്ടാകണം? വിശാലമായിരിക്കുന്ന ഒരു ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ഒക്കെ നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ ഒരു വിശാലമായിരിക്കുന്ന ഒരു മാനസികാവസ്ഥ ആർക്കുണ്ടാകണം? നമുക്ക് ഉണ്ടാകണം. അത് നമ്മളുടെ ജീവിതത്തിലെ ഒരു ഗുണമാണ്. അത് പഠിച്ചത് ഇവിടെ നിന്നാണ്? ആകാശം എന്ന് പറയുന്ന ഗുരുവിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അടുത്തത് ജലം എന്നുള്ള ഗുരുവാണ്. നാലാമത്തേതാണ് ജലം എന്ന് പറയുന്നത്. ജലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, എല്ലാ കാര്യങ്ങളെയും ശുദ്ധിയാക്കാൻ ആർക്ക് സാധിക്കും? ജലത്തിന് സാധിക്കും. അതാണ്, ജലം കൊണ്ട് ശുദ്ധിയാക്കാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. ജലം കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ശുദ്ധിയാക്കാം. അത് നമ്മുടെ ജീവിതത്തിൽ ഈ ജലം പോലെ ആകണം നമ്മൾ ഓരോരുത്തരും. ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ ആർക്ക് സാധിക്കും? നമുക്ക് സാധിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നത്തെ പരിഹരിക്കാൻ ആർക്ക് സാധിക്കും? നമ്മളെ കൊണ്ട് സാധിക്കും. നമ്മളെ കൊണ്ട് സാധിക്കില്ല, നമ്മളെ കൊണ്ട് അതിനൊന്നും കഴിവില്ല എന്ന് നമ്മളങ്ങ് തീരുമാനിക്കുന്നു. നമ്മൾ വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ. പക്ഷേ അതിനുള്ള ആ ഒരു മാനസികമായിരിക്കുന്ന ധൈര്യം നമുക്കുണ്ടായാൽ മതി. അപ്പോൾ അത് ഞാൻ പഠിച്ചത് എവിടെ നിന്നാണ്? ജലം എന്ന് പറയുന്ന ഗുരുവിൽ നിന്നാണ്. അപ്പോൾ ഏതാണ്? ഭൂമി, വായു, ആകാശം, ജലം. അടുത്തതാണ് അഗ്നി എന്ന് പറയും. അഗ്നി എന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചത്, അഗ്നിയുടെ പ്രത്യേകത എന്താണ്? ഒരു തീക്കകത്തോട്ട് ഒരു പേപ്പർ കഷ്ണം ഇട്ടാൽ എന്താവും? അതുകൂടി തീയാവും ഇല്ലേ? ആ അഗ്നിയുടെ പ്രത്യേകത എന്താണ്? തന്നിലേക്ക് എന്തിനെ കിട്ടിയാൽ അത് തൻ്റേതാക്കി മാറ്റപ്പെടുന്ന ആളാണ് ആര്? അഗ്നി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു തന്നത്, അഗ്നി എന്ന ഗുരുവിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്താണ്? ഈ ലോകത്ത് എന്ത് കാര്യമുണ്ടായാലും അത് തൻ്റേതായി മാറപ്പെടുവാൻ ചിന്തിക്കപ്പെടണമെന്നാണ്. ഒരാളുടെ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് തൻ്റേത് കൂടിയിട്ടാണ് ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എന്ന് ചിന്തിക്കുവാനുള്ള ബോധം നമുക്കുണ്ടായാൽ നമ്മളിൽ എന്തുണ്ടാകുമെന്നാണ്? കരുണയുണ്ടാകുമെന്നാണ് പറയുന്നത്. നമുക്കൊരാൾക്കൊരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കാതെ, ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. എന്താണ്? അങ്ങനെ തന്നെ വേണം.
ഇതല്ല, ഇതിനപ്പുറവും വരുമെന്ന് എനിക്കറിയായിരുന്നു, ഇത്രേ വന്നുള്ളല്ലോ ഭഗവാൻ എന്നാണ് നമ്മൾ പറയുന്നത്. അവിടെ നമ്മൾ ഭഗവാനെ കൂട്ടുപിടിക്കും. ഒരാൾക്കൊരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഈ ബുദ്ധിമുട്ടുകൾക്ക് അപ്പുറത്തെ ബുദ്ധിമുട്ടുകൾ ആർക്ക് വരാം? നമുക്ക് വരാം. നാളെ നമ്മളെയും തേടി ഇതെല്ലാം ഇരിപ്പുണ്ട്. പക്ഷേ മറ്റൊരാളുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ ഇതെൻ്റേത് കൂടിയായ ബുദ്ധിമുട്ടുകളാണ് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കണം. ഒരാൾക്കൊരു പ്രയാസമോ ഒരു വയ്യാഴികയോ ഉണ്ടായാൽ അത് തൻ്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് കൂടിയിട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ആളിനെ വിളിച്ചൊന്ന് ഒരു നല്ല കാര്യം ചോദിക്കും. ഒരിടത്തൊരു പ്രശ്നങ്ങളുണ്ടായാൽ നമ്മൾ വിളിച്ചു ചോദിക്കും, എന്തുമായിരുന്നു അവിടുത്തെ പ്രശ്നമൊക്കെ എന്ന്. പക്ഷേ ഒരാൾക്കൊരു വയ്യാഴിക വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകുമോ? തിരക്കുമോ? പോയി എത്ര പേര് പോകുമെന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സമൂഹത്തിലുള്ളവർ ആരായിക്കൊള്ളട്ടെ, നമ്മളുടെ ശത്രുവായിക്കൊള്ളട്ടെ, നമ്മുടെ മിത്രമായിക്കൊള്ളട്ടെ, നമ്മുടെ ബന്ധുവായിക്കൊള്ളട്ടെ, അത് ആരായിരുന്നാലും ശരി, അവയെപ്പറ്റി ഒരല്പസമയം മറ്റുള്ളവരെ പറ്റി കൂടി ചിന്തിക്കുവാൻ, അത് നമ്മളുടേതായ പ്രശ്നങ്ങൾ കൂടിയിട്ടാണ് എന്ന് സ്വയം ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കപ്പെടണം. ഇതൊക്കെ തിരുമേനിക്ക് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് വേണം ഇരുന്ന് പറഞ്ഞിട്ട് പോകാം, നമുക്കറിയാം ഇതിൻ്റെ പാടൊക്കെ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. പക്ഷേ എങ്കിലും പറയാതിരിക്കാൻ എനിക്ക് നിർവാഹമില്ല. ഇതിലേതൊക്കെ വേണമെങ്കിലും നമുക്ക് സ്വീകരിക്കാം, നമുക്ക് തള്ളിക്കളയുകയും ചെയ്യാം. അതിനുള്ള അവകാശവും അധികാരവും ആർക്ക് തന്നിട്ടുണ്ട്? നമുക്ക് ഈശ്വരൻ തന്നെ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കുക തന്നെ ചെയ്യുകയും ചെയ്യും. പക്ഷേ എങ്കിലും അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ അഗ്നിയിൽ നിന്ന് എന്ത് പഠിച്ചു? എല്ലാത്തിനെയും തൻ്റേതാക്കി മാറ്റപ്പെടുവാനായി എന്നിൽ നിന്ന് പഠിച്ചു, അഗ്നിയിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുന്നത്. അടുത്തത് ആറാമത്തേതാണ്. ആറാമത്തെ ഗുരു എന്ന് പറയുന്നത് ചന്ദ്രനാണ്. ഈ ചന്ദ്രനിൽ നിന്ന് ഞാൻ പഠിച്ച ഒരു കാര്യം, ജീവിതത്തിൽ ഉണ്ടാകുന്ന ജയപരാജയങ്ങൾ. ചന്ദ്രൻ്റെ പ്രത്യേകത അതല്ലേ? അമാവാസിയും പൗർണമി എന്താണ്? പ്രഥമ മുതൽ ഇന്ന് മുതൽ അങ്ങോട്ട് ചന്ദ്രൻ വന്നു തുടങ്ങുകയാണല്ലേ. ഇന്ന് മുതൽ ചന്ദ്രൻ വന്ന് 15ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പൂർണ്ണ ചന്ദ്രനാവും. അടുത്ത ദിവസം മുതൽ എന്ത് ചെയ്യും? ആ പൂർണ്ണ ചന്ദ്രൻ കുറഞ്ഞു വന്ന് അമാവാസി ആകുമ്പോഴേക്ക് പൂർണ്ണമായിട്ട് ഇല്ലാതാകും. ഇത് നമ്മുടെ ജീവിതത്തിലെ ജയപരാജയങ്ങളെയാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നല്ല പരാജയങ്ങളുണ്ടാകും. ഈ പരാജയങ്ങൾ ഉണ്ടായിരുന്നാലും ആ പരാജയത്തിൽ നിന്ന് ഒരു വിജയമുണ്ടാകുമെന്ന്, ജയങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസവും ബലവും നമുക്കുണ്ടെങ്കിൽ ഒരു പരാജയങ്ങളും നമ്മളെ സ്വാധീനിക്കത്തില്ല. പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമുക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. ആ വലിയ വലിയ പരാജയങ്ങൾ കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല കട്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നവരായി നമ്മൾ പലപ്പോഴും മാറും. അങ്ങനെ മാറാതിരിക്കണമെങ്കിൽ, എനിക്കൊരു പരാജയമുണ്ടായെങ്കിൽ എനിക്ക് നല്ലൊരു വിജയത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പരാജയമുണ്ടായെങ്കിൽ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണ്, എൻ്റെ കുറവുകൾ കൊണ്ടാണ്. കുഴപ്പം കൊണ്ടല്ല, എൻ്റെ കുറവുകൾ കൊണ്ടാണ്. ഈ കുറവുകൾ ഞാൻ പരിഹരിക്കുമെന്ന് നമ്മളൊരു തീരുമാനമെടുത്താൽ അടുത്ത പ്രാവശ്യം നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ജീവിതമാണ് പ്രധാനം, മറ്റെല്ലാം പോയിക്കോട്ടെ, നമ്മുടെ ജീവിതമാണ് നമുക്ക് പ്രധാനം. ഈശ്വരൻ അനുവദിച്ച് തന്ന ഒരു നല്ല ജീവിതമുണ്ട് നമുക്ക്. അത് നമ്മൾ വിരോധവും വിദ്വേഷവും കൊണ്ട് നശിപ്പിച്ച് കളയാനുള്ളതല്ല. പരാജയങ്ങൾ അനവധി ഉണ്ടായാലും ആ പരാജയങ്ങളിൽ നിന്നും ഒരു വിജയമുണ്ടാകുമെന്നുള്ളൊരു ശുഭ പ്രതീക്ഷയോടുകൂടിയുള്ള മുന്നോട്ടുള്ള യാത്രയുണ്ടല്ലോ, അതെത്തിക്കുന്നത് ഒരു മഹാവിജയത്തിലേക്കായിരിക്കും നമ്മളെ. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ആരിൽ നിന്ന് പഠിച്ചു? ചന്ദ്രനിൽ നിന്ന് പഠിച്ചു എന്നാണ് പറയുക. അപ്പോൾ അടുത്തത് ഏഴാമത്തെ ഗുരു എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? എല്ലാ സ്ഥലത്തും ഒരുപോലെയാണ് സൂര്യൻ വീഴുന്നത്. അവിടെ സൂര്യപ്രകാശം ഉള്ളിടത്തേക്ക് ഒരു 10 രൂപ ഇട്ടാലും 100 രൂപ ഇട്ടാലും 1000 രൂപ ഇട്ടാലും സൂര്യൻ എന്തേ ഉള്ളൂ? ഒരുപോലെയുള്ളൂ. എല്ലായിടത്തും ഒരുപോലെയാണ്. നമ്മളുടെ ജീവിതവും അതുതന്നെയാണ്. വ്യക്തിപരമായിരിക്കുന്ന സ്വാധീനങ്ങൾ, വ്യക്തിപരമായിരിക്കുന്ന അവസ്ഥകളിൽ നമ്മൾ പലരെയും പല വിധത്തിൽ കാണുന്നവരായി നമ്മൾ മാറും. എല്ലാ കാര്യങ്ങളെയും നമ്മൾ സ്വസ്ഥവും സമാധാനപരവുമായി അതിനെ വീക്ഷിക്കപ്പെടുവാൻ നമുക്ക് സാധിക്കപ്പെടണം. അതാരിൽ നിന്ന് പഠിച്ചു? സൂര്യനിൽ നിന്ന് നമ്മൾ പഠിച്ചു. അടുത്തത് മാടപ്രാവ് എന്ന് പറയും. മാടപ്രാവ് എന്ന് പറയും. അതിനൊരു കഥ പറയുന്നുണ്ട് ഭാഗവതത്തിൽ.
പണ്ട് ഒരു പ്രാവ് അതിൻ്റെ കുടുംബസമേതം താമസിക്കും. അപ്പോൾ ഒരു വേടൻ അവിടെ വന്നിട്ട് ഇതിനെ വലയ്ക്കുള്ളിലാക്കി ഈ പ്രാവ് കുഞ്ഞുങ്ങളെയൊക്കെ അത് പിടിച്ചോണ്ട് പോയി. അപ്പോൾ പ്രാവ് കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആൺപ്രാവ് വന്നിട്ട് പറഞ്ഞു, ഇവരെ എല്ലാം വിടണം. അപ്പം വേടൻ പറഞ്ഞില്ല, ഇതെനിക്ക് ഭക്ഷണത്തിനുള്ളതാണ്. അപ്പോൾ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ട്, അപ്പോൾ നിനക്ക് ഭക്ഷണം മതിയല്ലോ, അത് ഞാൻ എൻ്റെ ജീവൻ തരാം, ഇവരെ വിടണമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതം നീ എൻ്റെ അടുക്കലേക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ പ്രാവ് എന്ന വേടൻ്റെ അടുക്കൽ ചെന്ന് സ്വയം പിടികൊടുത്ത് ജീവനില്ലാതാക്കി. പക്ഷേ വേടൻ മറ്റവരെ വിടുവോ? വിടത്തില്ല. ഇന്നത്തേക്കുള്ളത് നീ ആണെങ്കിൽ നാളത്തേക്കാക്കി മാറ്റി വെക്കും ഞാനത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ്? നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ജീവിതത്തിൻ്റെ ഒരുപാട് സമയങ്ങൾ കളഞ്ഞവരാണ്, അല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ഒരു 100 ദിവസമാണ് ഈശ്വരൻ നമുക്ക് അനുവദിച്ച് തന്നത് എന്ന് ആലോചിച്ചു. 100 ദിവസം തന്നു. അതിൽ 50 ദിവസവും നമ്മൾ ഉറങ്ങും, ഇല്ലേ? 50 ദിവസവും നമ്മൾ ഉറങ്ങും. ബാക്കി എത്ര ദിവസമുണ്ട്? 50 ദിവസം. അതിൽ 25 ദിവസം നമ്മൾ ജോലി ചെയ്യും. ബാക്കി എത്ര ഉണ്ട്? 25. അതിൽ 10 ദിവസം നമ്മൾ വെറുതെ ഇരിക്കും. ബാക്കി എത്ര ദിവസമുണ്ട്? 15 ദിവസം. ജീവിതത്തിൽ 100 ദിവസം കിട്ടിയ നമുക്ക് ജീവിക്കാൻ കിട്ടിയത് എത്ര ദിവസമാണ്? വെറും 15 ദിവസങ്ങൾ മാത്രമാണ്. ആ ജീവിതത്തെ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ജീവിക്കും. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ച് നമ്മളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദരങ്ങളായിരിക്കുന്ന സന്തോഷങ്ങളെയും നിമിഷങ്ങളെയും നമ്മൾ ഇല്ലാതാക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ത് കഷ്ടപ്പെട്ടാണെന്നറിയാമോ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ജോലി കിട്ടിയിട്ട് ഞാൻ പൈസ എല്ലാം ഇങ്ങനെ സ്വരൂപിച്ച് വെക്കുമായിരുന്നു. എന്തിനാണ്? മക്കൾക്ക് നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച്. മക്കൾക്കൊക്കെ നല്ലത് വരട്ടെ എന്ന് വിചാരിച്ച് മക്കളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ മക്കൾ എന്ത് ചെയ്തു? നമ്മളെ ഇട്ടിട്ട് അങ്ങ് പോയി. എങ്ങോട്ട് പോയി? അവരവരുടെ ഇഷ്ടമുള്ളിടത്തോട്ട് അവർ പോയി. നമ്മൾ ഉണ്ടാക്കിയതുണ്ടോ? അതുമില്ല. നമ്മൾ ജീവിക്കാൻ നമുക്ക് സാധിച്ചോ? അതുമില്ല. അപ്പോൾ നമ്മുടെ അവസ്ഥ അതാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് അതാണ്. നമുക്ക് കൂടി വേണ്ടിയിട്ട് ജീവിക്കാൻ നമ്മൾ സാധിക്കും. എല്ലാ തലങ്ങളിലും മാടപ്രാവിനെ പോലെ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജീവിതം കളയാതെ അവനവന് വേണ്ടിയിട്ട് കൂടി ജീവിക്കുവാൻ നമ്മൾ സാധ്യമാകണം. കാരണം ആരേ ഉള്ളൂ? അവനവൻ മാത്രമേ എന്നും കൂടെ ഉണ്ടാകുകയുള്ളൂ. അതുവരെ നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും ഉണ്ടാകുമെന്ന് പറയും. എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ വീട്, എൻ്റെ വസ്തു, എൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതെല്ലാം എൻ്റേതാണെന്ന് വിചാരിക്കും. പക്ഷേ ഒരു നിമിഷം ഇതെല്ലാം എൻ്റേതല്ലാതായി മാറുന്ന നിമിഷങ്ങളുണ്ടാകും. അപ്പോഴാരേ ഉണ്ടാകത്തുള്ളൂ? ഭയന്നു പോകും നമ്മളന്നേരം, ഇല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലോട്ടൊക്കെ നമ്മളെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പരിചയം പോലും ഇല്ലാത്തവരാണ് നമ്മൾ. നമുക്ക് ആരെയുള്ളന്നേരം? ആകെ നമ്മുടെ പ്രതീക്ഷ ആരെയാ? ഡോക്ടർമാരും നേഴ്സുമാരും ഉള്ളൂ, ഇല്ലേ? ഇവിടെയൊന്നും നമ്മളോടൊപ്പം ആരുമില്ല നമ്മളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ. അതിനൊന്നിനും നമുക്ക് ആരുമില്ല. നമ്മൾ മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടാകേണ്ട ധൈര്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം. അവനവന് വേണ്ടിയിട്ട് കൂടി ജീവിക്കാനും ചിന്തിക്കാനും നമുക്ക് സാധ്യമാകണമെന്ന് മാടപ്രാവ് എന്നെ പഠിപ്പിച്ചു. മാടപ്രാവിൽ നിന്ന് ഞാനത് പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് 9ാമത്തേതാണ് പെരുമ്പാമ്പ്. പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? അത് ആഹാരം തേടി എങ്ങും പോകാറൊന്നുമില്ല. അത് ഒരിടത്ത് ചെന്ന് കിടക്കും. അതിനുള്ള ആഹാരം അതിനെ തേടി എത്തുമെന്നാണ് പറയുന്നത്. അതാണ് പെരുമ്പാമ്പിൻ്റെ പ്രത്യേകത. പെരുമ്പാമ്പിൽ നിന്ന് പഠിച്ചൊരു കാര്യം അതാണ്. എനിക്കതൊക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിൻ്റെ ഒന്നും പുറകെ നടക്കേണ്ട ഒരു കാര്യവുമില്ല. എനിക്ക് വേണ്ടത് എന്നിൽ തന്നെ വന്ന് ചേർന്ന് കൊള്ളുമെന്നുള്ള ബോധം എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചത് പെരുമ്പാമ്പിൽ നിന്നാണ്. അത് നമ്മൾ ചിന്തിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വെട്ടിപ്പിടിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ടൊക്കെ കണ്ടിട്ടില്ലേ? നമുക്ക് കുറച്ച് വസ്തു ഉണ്ടെങ്കിലും നമ്മൾ അതിൽ തോണ്ടാൻ പോകുന്നവരുണ്ട്. ഇവിടെയൊക്കെ എങ്ങനെ ഉണ്ടോയെന്ന് അറിയത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. പണ്ടൊക്കെ കയ്യാലയായിരുന്നപ്പോഴേ കയ്യാല ഇങ്ങനെ ദിവസത്തിന് ചുരണ്ടി എന്തിനാണെന്നേ, എന്നാൽ ഒരു സമാധാനം. ആ കയ്യാലെ ഇടിച്ച് കയ്യാലെ അതിനകത്ത് കുറച്ചുകൂടെ നമ്മുടേതാക്കി എന്ത് നേടാൻ? ഇതെല്ലാം എന്തെങ്കിലും കൊണ്ട് നേടുമോ? അതുമില്ല.
നമ്മളുടേതാക്കി മാറ്റി ഇതെല്ലാം കൊണ്ട് നമ്മൾ പോകുമെന്ന് വിചാരിച്ചിരിക്കും. ഇതെല്ലാം കൊണ്ടുപോകുമോ? എങ്ങനെയാണോ ഈ ലോകത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ ഉടുതുണി പോലും ഇല്ലാതെ തിരികെ പോകേണ്ടി വരും. നമ്മളല്ല ഒന്നും കൊണ്ടുപോകാൻ നമ്മുടെ ജീവിതത്തിൽ സാധിക്കത്തില്ല. പിന്നെന്തേ ഉള്ളൂ? അന്നേരം ആരുണ്ടാവും? പക്ഷെ നമ്മുടെ കൂടെ നമ്മൾ ഉച്ചയ്ക്ക് പറഞ്ഞ 6 ബന്ധുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും. സത്യമാത പിതാജ്ഞാനം എന്ന് പറയുന്ന 6 ബന്ധുക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും. അവിടെ അതുണ്ടാകണം. ആ ബന്ധുക്കളെ നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ മതി. ബാക്കിയുള്ളവരെല്ലാം നിയമപ്രകാരം മാത്രമുള്ളതാണ്. ഫാദർ ഇൻ ലോയും മദർ ഇൻ ലോയും ഒക്കെ എല്ലാം എന്ത് ചെയ്തു? നിയമപ്രകാരമൊക്കെ ഉള്ളതേ ഉള്ളൂ. ബാക്കി ആരും നമ്മളോടൊപ്പം ഉണ്ടാകില്ല. അതെല്ലാം പഠിച്ചത് എന്താണ്? ഈ പെരുമ്പാമ്പിൽ നിന്നാണ്. ജീവിതത്തിൽ അവനവന് വേണ്ടുന്നത് അവനവനിൽ തന്നെ വന്നു ചേരും. നമുക്ക് കിട്ടിയില്ലെന്ന് വിചാരിച്ച് വിഷമിക്കുകയും വേണ്ട, കിട്ടിയത് കൊണ്ട് ഒരുപാട് സന്തോഷിക്കുകയും വേണ്ട എന്ന് നമ്മളോട് പറഞ്ഞു തന്നു പെരുമ്പാമ്പ്. അടുത്തത് 10ാമത്തേതാണ്. 10ാമത്തേതെന്ന് പറയുന്നത് സമുദ്രമാണ്. ഒരു സമുദ്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓരോരുത്തരും, ഇല്ലേ? സമുദ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? എന്തെല്ലാം സാധനങ്ങളാ സമുദ്രത്തിലുണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. എത്ര വിലയുള്ള രത്നങ്ങളും പവിഴങ്ങളും മുത്തുകളും എല്ലാം ആ കടലിലുണ്ട്. എത്ര തരം മത്സ്യങ്ങളുണ്ട്, എത്ര തരം ജീവികളുണ്ട് അതിൽ. അങ്ങനെ സമുദ്രം എന്ന് പറയുന്ന ഒരു സമ്പൽ സമൃദ്ധമാണ് എന്ത്? സമുദ്രം എന്ന് പറയുന്നത്. അതുപോലെയല്ലേ നമ്മൾ ഓരോരുത്തരും? എന്തെല്ലാം കഴിവുകളുള്ളവരാ നമ്മൾ ഓരോരുത്തരും. എന്തെല്ലാം കഴിവുകളുണ്ട് നമുക്ക്, ഏതെല്ലാം കഴിവുകളുണ്ട് നമ്മൾക്ക്. ഈ കഴിവുകളുള്ള ഒരു നല്ല സമുദ്രം പോലെ ഒരു കഴിവുള്ള വ്യക്തിത്വമുള്ള ആളാണ് നമ്മൾ ഓരോരുത്തരും. അതെനിക്ക് ബോധ്യമാക്കി തന്നത് എന്താണ്? സമുദ്രം എന്ന ഗുരുവാണ്. ആ സമുദ്രം എന്ന ഗുരുവിൽ നിന്ന് ഞാൻ പഠിച്ചത് അതാണ്. എല്ലാ ഗുണങ്ങളും എന്നിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്നിലിരിക്കുന്ന എല്ലാ ഗുണങ്ങളെയും ഞാൻ ഇന്നെ ഓരോന്നിനെയും കണ്ടെത്തി കൊണ്ടുവരണം. നമ്മൾ വിചാരിക്കൂ എന്നെ കൊണ്ട് ഇതൊന്നും സാധിക്കത്തില്ല എന്ന് വിചാരിക്കും. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായി ഈ ലോകത്തൊരു കാര്യവുമില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. പരിശ്രമിക്കാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയും. അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കപ്പെട്ടാൽ നമുക്കെല്ലാം സാധിക്കും. അപ്പോൾ അത് പറഞ്ഞു തന്നത് ആരാണ്? സമുദ്രം എന്ന ഗുരുവിൽ നിന്നാണ് ഞാനത് പഠിച്ചത് എന്ന് പറഞ്ഞു. അടുത്തത് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ടതായിരിക്കുന്നൊരു കാര്യമാണ്. അടുത്ത ഗുരുവാണ് ഈയാമ്പാറ്റ എന്ന് പറയുന്നത്. ഈയാമ്പാറ്റയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ ജീവൻ എന്താണ്? ഒരു അരനാഴിക നേരം മാത്രം ജീവനുള്ളതാണ് ഈയാമ്പാറ്റ. അതിന് ഉറപ്പുണ്ട് ഒരു അരനാഴിക നേരം ഉണ്ടെന്ന്. അങ്ങനെ വല്ലതും അത്രത്തോളം ഉണ്ടോ നമ്മൾ ഓരോരുത്തരും? നമ്മൾ ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തി നാളെ രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോൾ നമ്മളുടേതല്ലാതായി മാറി ഈ ലോകത്തോട് വിട പറഞ്ഞു എന്ന് നമ്മൾ അറിയുമ്പോഴുണ്ടാകുന്ന ഒരു ഭയമുണ്ടല്ലോ. അത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നമുക്കൊരല്പം ആയുസ്സേ ഉള്ളൂ ജീവിതത്തിൽ. നാളെ രാവിലെ നമ്മൾ ആരൊക്കെ കണ്ണു തുറക്കുമെന്ന് ഇന്ന് വൈകിട്ട് കിടന്നുറങ്ങിയാൽ നാളെ രാവിലെ നമ്മളിൽ ആരൊക്കെ കണ്ണു തുറക്കുമെന്ന് നമുക്ക് എത്ര പേർക്കറിയാം? നമുക്കൊരു ഉറപ്പുമില്ല. ഉണ്ടോ? ഇല്ല, ഒരു ഉറപ്പുമില്ല. പക്ഷേ എന്നാലും നമ്മൾ മൊബൈലിൽ അലാറം വെക്കും. ഒരു പ്രതീക്ഷയുണ്ട് രാവിലെ എഴുന്നേക്കുമായിരിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? കിടക്കുന്നതിന് മുമ്പ് മൊബൈൽ ഒരു അലാറം വെക്കും. ഈ പ്രതീക്ഷയാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇത് പഠിപ്പിച്ചു തന്നത് എന്താണ്? ഒരു ഈയാമ്പാറ്റയിൽ നിന്നും നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മുടെ ജീവിതം എന്ന് പറയുന്ന അല്പായുസുക്കളാണ് നമ്മൾ ഓരോരുത്തരും. അത് പഠിപ്പിച്ചു തന്നത് ഈയാമ്പാറ്റയാണ്. അടുത്തത് 12ാമത്തേതാണ് വണ്ട് എന്ന് പറയും. വണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാം? അത് വിശക്കുമ്പോഴെന്തേ കഴിക്കത്തുള്ളൂ? തേനേ കഴിക്കത്തുള്ളൂ. അല്ലാതെ മറ്റു വിശക്കുവാണെങ്കിൽ ഇച്ചിരി അവിടെ ഇച്ചിരി ചോറ് കിടപ്പുണ്ടെന്നാൽ പോയി ഒരു ചോറെടുത്ത് തിന്നാമെന്ന് വിചാരിക്കുമോ? ഇല്ല. വണ്ടിന് വിശന്ന് കഴിഞ്ഞാൽ തേനേ കഴിക്കത്തുള്ളൂ. അത് തേൻ ഉള്ളിടത്ത് പോയി തേൻ കഴിക്കും. നമ്മൾ നല്ലതേ സ്വീകരിക്കുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നല്ലതേ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. അതില്ലാതെ മോശമായിട്ടുള്ളതാണെങ്കിൽ അതെനിക്കത് വേണ്ട, എനിക്കത് നല്ലത് മാത്രം മതി എന്ന് നമ്മൾ തീരുമാനിക്കണം. അതാര് പഠിപ്പിച്ചു തന്നു? വണ്ടെന്ന ഗുരുനാഥൻ പഠിപ്പിച്ചു തന്നു. അടുത്തതാണ് ആന എന്ന് പറയുന്നത്. ആനയുടെ ഒരു കഥ പറയുന്നുണ്ട്. പണ്ടൊരു കൊമ്പന് ആഹാരം കഴിക്കാനുള്ള ആഗ്രഹത്താൽ ഓടിച്ചെന്ന് ഒരു കുഴിയിൽ വീഴുകയാണ്.
നമ്മൾ ജീവിതത്തിലെല്ലാം വെട്ടിപ്പിടിക്കാനായിട്ട് പോകുന്ന ഒരു ഓട്ടമുണ്ട്. ആന പോകുന്ന പോലെ ഒരു ഓട്ടമാണ്. എന്താണ്? ഇതെല്ലാം എൻ്റേതാക്കണമെന്ന് വിചാരിച്ചൊരൊറ്റ ഓട്ടമാണ്, നമ്മുടെ സർവ്വശക്തിയും എടുത്തുകൊണ്ട്. പക്ഷേ പോകുന്ന വഴിയിലെ കുഴികളും അപകടങ്ങളും ഒന്നും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. അത് ആന എന്ന ഗുരുവിൽ നിന്നാണ് പഠിച്ചത്. കാരണം ജീവിതത്തിൽ പലതും നേടിയെടുക്കുമ്പോൾ, ആ നേടിയെടുക്കാനായി നമ്മൾ പരിശ്രമിക്കപ്പെടുമ്പോൾ നമ്മുടെ ചുറ്റിനും നന്നായി വീക്ഷിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് വേണം നമ്മൾ ഓരോന്നും നമ്മളുടേതാക്കി മാറ്റപ്പെടും. ഇല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ഏതെങ്കിലും കുഴിയിൽ ചെന്ന് നമ്മൾ വീണു പോകുമെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം. അത് പഠിച്ചത് ആനയിൽ നിന്നാണ്. അടുത്തത് തേനെടുക്കുന്ന ആൾ. തേനുകൾ എടുത്തുകൊണ്ട് വരുന്ന ആളുണ്ട്. ആ തേനുകൾ എടുത്തുകൊണ്ട് വരുന്ന ആൾക്കാരിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. എന്താണ്? ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന തേന്, ഈ തേൻ എടുത്തുകൊണ്ട് വന്ന് അവർ വിൽപ്പനയ്ക്കായി കൊണ്ടുപോകും. അത് പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി നല്ല നല്ല തേനുകൾ കൊണ്ടു കൊടുക്കും. ഞാൻ അവരിൽ നിന്ന് പഠിച്ചു നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ സാധിക്കണമെന്ന് പഠിച്ചു. നമുക്കൊരു നല്ല കാര്യമാണ്, നല്ലൊരു കാര്യമാണെങ്കിൽ, നല്ലൊരു കാര്യം അറിഞ്ഞുവെങ്കിൽ നമ്മളത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോഴാണ് അതിന് കൂടുതൽ മഹത്വമുള്ളതായി മാറുന്നത്. ആ മഹത്വമാണ് നമ്മളുടെ ഗുണമായിട്ട് മാറും, നമ്മുടെ സുഗന്ധമായി അല്ലെങ്കിൽ നമ്മുടെ ബലമായിട്ട് മാറപ്പെടുന്നത്. അതുകൊണ്ട് എന്ത് വേണം? നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതാണ് ഒരു വലിയ മഹത്വമാണ്, നമ്മളുടെ ഒരു വലിയ മഹത്വമായി നമ്മൾ കാണണം. അത് ആരിൽ നിന്ന് പഠിച്ചു? തേനെടുക്കുന്നവരിൽ നിന്ന് പഠിച്ചു. അടുത്തത് മാൻ എൻ്റെ ഗുരുവാണ്. കാട്ടിലെ മാന് എൻ്റെ ഗുരുവാണ്. മാനിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധയില്ലാതെ പോയിട്ടാണ് മാൻ എവിടെ വീഴുന്നത്? വേടൻ്റെ വലയിൽ ചെന്ന് കുരുങ്ങുന്നത്. പിന്നെ അതിനൊരു രക്ഷയുമില്ല. ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് എന്തുണ്ടാകത്തില്ല? ശ്രദ്ധയുണ്ടാകത്തില്ല എന്നാണ്. ശ്രദ്ധയില്ലാതെയുള്ളൊരു ജീവിതം, ശ്രദ്ധയില്ലാതെയുള്ളൊരു ജീവിതം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ, ശ്രദ്ധയില്ലാതെയുള്ള ജീവിതം കൊണ്ട് മുന്നോട്ട് പോയാൽ നമ്മൾ എപ്പോഴെങ്കിലും എവിടെ ചെന്നപ്പെടും? ഒരു വലയിലെങ്കിലും ചെന്ന് കുടുങ്ങും, ഇല്ലേ? അപ്പം അത് ആരിൽ നിന്ന് പഠിച്ചു? മാനിൽ നിന്ന് പഠിച്ചു. അടുത്തതാണ് മത്സ്യമെന്ന് പറയുന്നത്. മത്സ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയാണ്? നിങ്ങളൊക്കെ മത്സ്യം കഴിക്കുന്നവരാണോ? ആണോ അല്ലയോ? അതെ. അപ്പോൾ ഈ കഴിക്കുന്ന മത്സ്യത്തെ എങ്ങനെയാണ് കിട്ടുന്നത്? വലയിൽ വലയിൽ കുരുങ്ങുന്നതിനെ എടുക്കും, ചൂണ്ടയിൽ കുരുങ്ങുന്നതിനെ കിട്ടും. എങ്ങനെയാണ് ഈ മത്സ്യം വന്ന് ചൂണ്ടയിൽ കുരുങ്ങുന്നത്? അതെന്ത് വിചാരിക്കും? അതൊരു ആഹാരമാണെന്ന് വിചാരിച്ച് ചെന്ന് കടിക്കുന്നത് എന്താണ്? ഒരു വലിയ കുരുക്കിലേക്കാണല്ലേ? അതാണ് അതിലേക്ക് കടത്തിവിടുന്നത്, അതിനെ ഒരു പരാജയത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ സ്വന്തം ആഹാരമാണെന്ന് വിചാരിച്ച് ചെന്ന് തൻ്റേതാണെന്ന് വിചാരിച്ചുകൊണ്ട് പലരും പലതിനെ തൻ്റേതാക്കി മാറ്റുവാൻ പരിശ്രമിക്കപ്പെടുമ്പോഴാണ് ചിലപ്പോൾ എവിടെയെങ്കിലും ചെന്ന് അബദ്ധത്തിൽ ചെന്ന് ചാടപ്പെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതാരിൽ നിന്ന് പഠിച്ചു? മത്സ്യത്തിൽ അത് പഠിച്ചു. അടുത്തത് പിങ്കള എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയും. അവരിൽ നിന്ന് പഠിച്ചൊരു പാഠമുണ്ട്. ജീവിതത്തിൽ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മോശമായ സ്വഭാവ സവിശേഷതയോടുകൂടി നടന്ന സ്ത്രീയും തൻ്റെ അവസാന കാലത്ത് ഈ സമ്പത്തുകളെല്ലാം നശിച്ചു കഴിഞ്ഞ് താൻ എത്രമാത്രം സാമൂഹികമായിരിക്കുന്ന തലത്തിൽ നികൃഷ്ടമായ തലത്തിലേക്കാണ് തന്നെ സമൂഹം കാണുന്നതെന്ന് സ്വയം തിരിച്ചറിഞ്ഞൊരു കാലം. നമ്മൾ നമ്മളുടേതാക്കി മാറ്റുവാൻ അല്ലെങ്കിൽ നമുക്ക് നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലേക്കും നമ്മളിപ്പോൾ മുന്നോട്ട് പോകാൻ നമുക്ക് യാതൊരു മടിയുമില്ല, അല്ലേ? പണ്ട് പറയത്തില്ല, തട്ടിപ്പറിച്ചുകൊണ്ട് പോകാമെന്നൊക്കെ പറയുന്നു. തട്ടിപ്പറിച്ചുകൊണ്ടൊക്കെ പോകുമ്പോൾ നമുക്ക് നമ്മുടേതാക്കിയെടുക്കും. പക്ഷേ 10 പേരുടെ മുമ്പിൽ വെച്ച് അത് നമ്മൾ മോഷ്ടിച്ചു കൊണ്ടുപോയതാണെന്നറിഞ്ഞ് നമ്മളെ പിടിക്കുമ്പോഴുള്ള അവസ്ഥ പോലെ എന്ന് പറഞ്ഞതുപോലെ ഈ ആഗ്രഹങ്ങൾ കൊണ്ട് നമ്മളെല്ലാം വെട്ടിപ്പിടിച്ച് നമ്മളുടേതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ അവസാനം ഇതെല്ലാം നഷ്ടപ്പെട്ട് അപമാനിതനായി ഏറ്റവും പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടാകരുതെന്ന് ഈ ആഗ്രഹങ്ങളെല്ലാം അവയിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നതെന്ന് പഠിച്ചത് പിങ്കള എന്ന് പറയുന്ന ഒരു വേശ്യാസ്ത്രീയിൽ നിന്നാണ്. അടുത്തതാണ് ഞാറപ്പക്ഷി. ഞാറപ്പക്ഷിയുടെ ഒരു കഥയുണ്ട്.
പണ്ടൊരു പക്ഷി ഒരു ഇറച്ചി കഷ്ണം എടുത്തുകൊണ്ട് ഇങ്ങനെ മുകളിലേക്ക് പറന്നിട്ട് നോക്കിയപ്പോൾ ഉണ്ടോ ഇങ്ങനെ ഒരുപാട് പക്ഷികൾ ഇതിൻ്റെ പുറകെ ചെല്ലുന്നു. എന്നിട്ട് ഇതിനെ ഇങ്ങനെ കൊത്തി കൊത്തി നോവിക്കുന്നു. അപ്പം ഇത് വിചാരിച്ച് ചേട്ടാ ഇത് എന്തിനാണ് എന്നെ ഇവരെല്ലാം കൂടെ വന്ന് ഉപദ്രവിക്കുന്നതെന്ന്. അല്പദൂരം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് തൻ്റെ കയ്യിലിരിക്കുന്ന ഇറച്ചി കഷ്ണം മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ നമ്മളെ ഉപദ്രവിക്കുന്നത്. അപ്പം എന്ത് ചെയ്തു? അത് തൻ്റെ കയ്യിലിരുന്ന ഇറച്ചി കഷ്ണവും കളഞ്ഞപ്പോൾ എന്ത് ചെയ്യും? മറ്റു പക്ഷികളെല്ലാം ആ ഇറച്ചി കഷ്ണത്തിൻ്റെ പുറകെ പോയി. അതുപോലെയാണ് ജീവിതത്തിൽ പലതും നമ്മളുടേതാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനൊരു കാരണം നമ്മളുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട് എന്ന് ബോധ്യമാണ്. നമ്മൾ പറയത്തില്ല എല്ലാവരും എന്നോടങ്ങ് ദേഷ്യപ്പെടുക അല്ലേ, എന്നോട് ഭയങ്കര വിരോധം എല്ലാവർക്കും. എന്തുകൊണ്ടാണ്? അതിനൊരു കാരണം അപ്പുറത്തുണ്ടാവും. പക്ഷെ നമ്മൾ നോക്കിയാൽ നമുക്ക് ആ ഒരു കാരണത്തെ കാണാൻ നമുക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. അപ്പം എല്ലാവരും നമ്മളോട് ഒരുപോലെ എല്ലാവരും പെരുമാറുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ ഭാഗത്തൊരു കുറവുണ്ട് എന്ന്. ആ കുറവുണ്ടെങ്കിൽ ആ കുറവുകൾ എന്താണെന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാൻ നമ്മൾ ശ്രമിക്കപ്പെട്ടാൽ ആ കുറവുകൾ പരിഹരിക്കപ്പെടും. അതാരിൽ നിന്ന് പഠിച്ചു? ഞാറപ്പക്ഷിയിൽ നിന്നും പഠിച്ചു. അടുത്തത് ബാലൻ, ഒരു കൊച്ചുകുട്ടിയെ ഞാൻ ഗുരുവായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ്? അവനെ സംബന്ധിച്ചിടത്തോളം, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അവർക്ക് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. പിന്നെ അവർക്ക് എന്ത് ചെയ്തു? അവരുടേതായിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളേ ഉള്ളൂ. അവർക്ക് അല്പനേരം ഇരുന്ന് കളിക്കുക, അല്പനേരം ഇരുന്ന് സന്തോഷത്തോടെ ഇട്ടിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അല്പാൽപമായി കിട്ടുന്ന സന്തോഷങ്ങളിൽ നിന്നും സന്തുഷ്ടരാകുവാൻ നമ്മൾ ശ്രമിക്കണം. നമ്മളൊരു കാർ മേടിച്ചു, അപ്പുറത്തെ വീട്ടുകാർ ഇതിനേക്കാൾ ഇച്ചൂടെ ഒരു 5 സീറ്റിൻ്റെ ഒരു കാർ നമ്മൾ മേടിച്ചു കഴിഞ്ഞപ്പോൾ അപ്പുറത്തെ വീട്ടുകാരന് 7 സീറ്റിൻ്റെ കാർ മേടിച്ചു. നമ്മുടെ സമാധാനം പോയോ? അവന് ഇത്രയും വലിയ കാർ മേടിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊന്നും തേവലശ്ശേരിയിലുള്ളവരുടെ കാര്യമല്ല, വേറെയുള്ളവരുടെ കാര്യങ്ങളാണ്. അവിടെ ആരായിരുന്നു കഥ പറയുന്നത്? വെളിയിൽ ഇവിടെ നിന്ന് ആരോ പറയുന്നു, എനിക്ക് തോന്നുന്നു സൗണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ എന്താണ്? നമ്മൾ ഇത്രയേ ഉള്ളൂ ശ്രദ്ധിക്കുക. ബാലനിൽ ഒന്നിനകത്തും നമ്മളൊരു ശ്രദ്ധയും കൊടുക്കാതെ ഉള്ളതായിരിക്കുന്ന സന്തോഷം കൊണ്ട്, ചെറിയ ചെറിയ സന്തോഷങ്ങൾ കൊണ്ട് സംതൃപ്തരാകാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. ഉള്ളത് കൊണ്ട് സന്തോഷമാകാൻ, സന്തുഷ്ടരാകാൻ, സംതൃപ്തരാകാൻ നമ്മൾ പരിശ്രമിക്കുക. അതെന്താണ്? അത് ബാലനിൽ നിന്ന് പഠിച്ചു. പിന്നെ അടുത്തൊരു കുമാരിയാണ്, ഒരു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കഥ പറഞ്ഞു തന്നതാണ്. അതായത് പണ്ടൊരു വീട്ടിൽ കുറച്ച് അതിഥികളെത്തി. അപ്പം അതിഥികളെത്തിയപ്പോൾ ആ വീട്ടിൽ മുതിർന്നവരാരും ഇല്ലായിരുന്നു. അപ്പോൾ ചെന്ന് കയറിയ അതിഥികളെ വേണ്ട വിധത്തിൽ സൽക്കരിച്ചിരുത്തിയിട്ട് അകത്ത് ചെന്ന് അവർക്ക് കഴിക്കുവാനുള്ള ആഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടി ശ്രമിച്ചു. അപ്പം അതിൻ്റെ കയ്യിൽ ഒരുപാട് വളകൾ കിടപ്പുണ്ട്. അപ്പോൾ ഈ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ കൈയിരുന്ന് അനങ്ങി കയ്യിലെ വളകൾ കുലുങ്ങി ശബ്ദമുണ്ടാക്കിയാൽ താനിതെല്ലാം ഉണ്ടാക്കുകയാണെന്ന് അവർ അറിഞ്ഞാലോ എന്ന് വിചാരിച്ച് കയ്യിലെ വളകളെല്ലാം മാറ്റി ബുദ്ധിപൂർവം യുക്തിപൂർവം ആ കുട്ടി ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊണ്ടുകൊടുത്തു. അവളുടെ യുക്തിയാണ് എന്നെ പഠിപ്പിച്ചത്. കാര്യങ്ങൾ ചെയ്യുമ്പോൾ യുക്തിപൂർവം ചെയ്യണം, ബുദ്ധിപൂർവമല്ല ചെയ്യേണ്ടത്, യുക്തിപൂർവമാണ് ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളത് കൊണ്ടൊന്നും കാര്യമില്ലേ. ആ ബുദ്ധി എവിടെ നിന്ന് കിട്ടും? ഏത് പുസ്തകത്തിൽ നിന്നും നമുക്ക് വേണേലും ഏത് ബുദ്ധി വേണേലും കിട്ടും ഇല്ലേ. പക്ഷേ യുക്തിയാണെങ്കിലോ അത് സ്വയം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. അത് സ്വയം ആ യുക്തിയെ ഉണ്ടാക്കിയെടുക്കുവാനായി നമ്മൾ പരിശ്രമിക്കപ്പെടണം. അത് ആരിൽ നിന്ന് പഠിച്ചു? കുമാരിയിൽ നിന്നും പഠിച്ചു. അടുത്തത് ശരമുണ്ടാക്കുന്ന ആളുടെ ഒരു പ്രത്യേകത അറിയാമോ? അതിൻ്റെ കൂർത്ത മുനയിലേക്ക് ആണ് അതിൻ്റെ ശ്രദ്ധ വരും. എത്രത്തോളം കൂർത്ത മുനയുണ്ടാക്കി എടുക്കാമോ അത്രത്തോളം അത് ശ്രദ്ധിക്കും. അതുപോലെയാണ് നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ജീവിതത്തിൽ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കും.
എങ്ങനെയെങ്കിലുമൊക്കെ മതി, അത് പോട്ടെന്ന്, എങ്ങനെയെങ്കിലും ആണ്. അങ്ങനെയല്ല, അത് ഏറ്റവും നല്ല പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. അതാണ് നമ്മളുടെ കഴിവെന്ന് പറയും. അങ്ങനെയൊക്കെ മതി, അങ്ങനെയൊക്കെ ചെയ്താൽ മതി നീ. അതല്ല, അങ്ങനെ എങ്ങനെയെങ്കിലും ചെയ്തത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധയോടെ ഏറ്റവും നല്ലതായി പെർഫെക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ ശ്രമിക്കും. അതാരിൽ നിന്ന് പഠിച്ചതാണ്? ശരമുണ്ടാക്കുന്ന ആളിൻ്റെ അടുക്കൽ നിന്നും പഠിച്ചതാണ്. അടുത്തത് 22ാമത്തെ ഗുരുനാഥൻ. 22 അടുത്തത് അല്ലേ? 22ാമത്തെ ഗുരുനാഥനാണ് സർപ്പം. സർപ്പത്തിൻ്റെ പ്രത്യേകത എന്താണ്? കുറേ കാലം അതിൻ്റെ അലങ്കാരമായി കിടന്നിരുന്ന് അതിൻ്റെ ദേഹത്തെ പടം എന്ത് ചെയ്യും? ഒരു ദിവസം അത് കളഞ്ഞിട്ട് പോകും. ജീവിതത്തിൽ നമ്മുടെ അവസ്ഥ അതൊക്കെ തന്നെയാണല്ലേ? ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെല്ലാം നമ്മളുടേതെന്ന് പറയുന്നത് എല്ലാത്തിനെയും കളഞ്ഞിട്ട് പോകേണ്ട ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരും. അത് നമ്മളെ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ച് മനസ്സിലാക്കിയത്, എന്ത് നേടിയാലും നമ്മൾ വിചാരിക്കും നേടുന്നതെല്ലാം എന്നും എന്നോടൊപ്പം എല്ലാ കാലവും ഉണ്ടാകും. ഇതൊന്നും ഒരിക്കലും നമ്മളോടൊപ്പം ഉണ്ടാകും. ഇതെപ്പോൾ വേണമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നിന്നെല്ലാം നഷ്ടമായേക്കാം. അത് പഠിച്ചത് എവിടെ നിന്നാണ്? സർപ്പത്തിൽ നിന്നാണ് നമ്മളത് പഠിച്ചത്. അതുകൊണ്ട് സർപ്പം എൻ്റെ ഗുരുനാഥനാണ് എന്ന് പറയും. അടുത്ത 23ാമത്തേതാണ് എട്ടുകാലി. ചിലന്തിയെ പറഞ്ഞു. എന്താണ് ചിലന്തിയുടെ പ്രത്യേകത? എന്താണ്? അതൊരു സ്ഥലം സെലക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ചെയ്യും? ഒരു വലയുണ്ടാക്കി അതവിടെ കാത്തിരിക്കും. അതിനുള്ള ആഹാരം, അതിന് പറ്റുന്ന ആഹാരം എന്ത് ചെയ്യും? ആ വലയിൽ ചെന്ന് കുരുങ്ങും. ആ ചിലന്തി ചെന്ന് സ്വസ്ഥമായിട്ട് അത് കഴിച്ചിട്ട് സ്വസ്ഥമായിട്ടിരിക്കും. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് വേണ്ടുന്നത് നമ്മളെ തേടി വരുമെന്നാണ് പറയുന്നത്. നമുക്ക് വേണ്ടുന്നത് നമ്മളെ തേടി വരും. അതുവരെയുള്ള ക്ഷമ കാണിക്കാൻ നമ്മൾ തയ്യാറാണ്. നമുക്കത് കിട്ടിയില്ലെങ്കിൽ നമുക്കങ്ങ് ടെൻഷനാണല്ലേ? നമുക്കത് കിട്ടിയില്ലെങ്കിൽ, അതെനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്ന് വിചാരിച്ച് നമുക്ക് ടെൻഷനാണ്. അതൊന്നും ഉണ്ടാകില്ല. ക്ഷമയോടുകൂടി കാത്തിരിക്കാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കപ്പെടണം. ആ കാത്തിരിപ്പ് നമുക്ക് നല്ലത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് എട്ടുകാലിയിൽ നിന്നും പഠിച്ചു. അടുത്തത് 24ാമത്തേതാണ് വേടൻ, അല്ലെങ്കിൽ വേട്ടാളൻ എന്ന് പറയും. ഒരു വേടൻ നമ്മളെ പഠിപ്പിച്ചു. എന്താണ് വേടൻ്റെ പ്രത്യേകത? എന്താണ്? അതൊരു മൃഗത്തെ കൊല്ലുവാൻ വേണ്ടിയിട്ട് എത്രത്തോളം സമയം അതിങ്ങനെ ആയുധമൊക്കെ തയ്യാറാക്കി എത്ര സമയം അത് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ ജീവിതത്തിൽ നല്ലതുണ്ടാകുമെന്നുള്ള ഉറപ്പായ വിശ്വാസം, ഉറച്ച വിശ്വാസത്തോടുകൂടി നമ്മൾ നന്നായി കാത്തിരിക്കണം. പലപ്പോഴും അവിടെ ഉണ്ടാകും നമ്മളെ കാത്തൊരു നന്മയുള്ള നല്ല കാര്യം, നമ്മളെ കാത്തിരിപ്പുണ്ടാകും. അത് നമ്മളിൽ വന്ന് ഭവിക്കും. അത് നമുക്കുള്ളതാണ്. അത് നമ്മളിൽ നിന്നൊരിക്കലും നഷ്ടമാകുകയുമില്ല. ഇത് പറഞ്ഞു തന്നത് ആരാണ്? ഒരു വേടനാണ് പറഞ്ഞത്. ആ വേടനിൽ നിന്നാണ് ഞാനത് പഠിച്ചത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഇത്രയും നേടിയെടുത്തുവെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാരാരാണ്? എൻ്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാരാണ്. സർവ്വതിലും ഒരു ഗുരുത്വത്തെ കാണുവാനും സർവ്വതിലും നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള പരിശ്രമങ്ങളാണ് ഒരു വ്യക്തിയെ മുന്നോട്ട് നയിക്കുന്നത്. ലോകത്ത് നമ്മൾ ആരും ഒന്നും തികഞ്ഞവരല്ല, ആണോ? ഒരാളുമില്ല. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ മുൻപിൽ ഉണ്ടാകുന്നവയിൽ നിന്നും നല്ലത് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി പഠിക്കാനായി നമ്മൾ പരിശ്രമിക്കപ്പെടുമ്പോൾ അവയെല്ലാം നമ്മളുടേതായി മാറും. അവരുടെ വാക്കുകളും അവരുടെ ചിന്തകളും പ്രവർത്തികളും എല്ലാം ഓരോരുത്തരിൽ നിന്നും നമുക്ക് കിട്ടുന്ന നല്ല നല്ല പാഠങ്ങൾ. ഈ പാഠങ്ങൾ പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിക്കണം. നല്ല കാര്യങ്ങൾ, മറ്റുള്ളവർക്ക് പ്രയോജനകരമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ അതാണ് ഒരു മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റപ്പെടുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ, 100 ദിവസം കിട്ടിയ നമ്മളിൽ വെറും 15 ദിവസം മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. ആ 15 ദിവസം നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും മഹത്വം, വില എന്ന് പറയുന്നത്. അങ്ങനെ നല്ല വിലയുള്ളവരായി നമ്മൾ ഓരോരുത്തരും മാറണം. അതിന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കപ്പെടട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. നാളെ യജ്ഞത്തിൻ്റെ 3-ാം ദിവസമാണ്. നാളെ മുതൽ നമ്മുടെ യജ്ഞശാലയിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. നാളെ യജ്ഞത്തിൻ്റെ 3-ാം ദിവസമായിട്ടുള്ള നാളെയാണ് ഭഗവാൻ കൃഷ്ണൻ്റെ അവതാരം. ആ കൃഷ്ണൻ്റെ അവതാരം ഏകദേശം 10:30 ഭഗവാന്റെ അവതാരമുണ്ടാകും.
ആ സമയത്ത് നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാകണം. ഭഗവാനെ നമ്മൾ സ്വീകരിച്ച ആലിൻ്റെ ചുവട്ടിൽ നിന്നും സ്വീകരിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ആ സ്വീകരണത്തോടു കൂടി ഭഗവാനെ ഇവിടെ കൊണ്ടുവന്ന് ഭഗവാനെ ഇവിടെ സമർപ്പിക്കുവാൻ, ഭഗവാനെ ഇവിടെ പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് സാധിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും 10:30 വരണം. അതോടൊപ്പം തന്നെ നാളത്തെ ഒരു പ്രത്യേകത, നാളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ പേരിൽ സന്താനഗോപാല അർച്ചനയ്ക്ക് വലിയ പ്രാധാന്യമുള്ള ദിവസം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വഭാവശുദ്ധി ഉണ്ടാകുന്നതിന്, അവരുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ ഉണ്ടാകുന്നതിന്, മാനസികമായിരിക്കുന്ന ഒരു മാറ്റങ്ങൾ ആ കുട്ടികൾക്കുണ്ടാകുന്നതിന് സന്താനഗോപാല അർച്ചനയ്ക്ക് വലിയ പ്രാധാന്യം. അപ്പം അതുകൊണ്ട് നാളത്തെ കൃഷ്ണാവതാരത്തിൽ എല്ലാവരും പങ്കെടുക്കണം, അതിൻ്റെ ഭാഗമാകണം. നാളെ കൃഷ്ണനായിട്ട് ഭഗവാൻ ഇവിടെ അവതരിച്ച് കഴിയുമ്പോൾ ആ ഭഗവാന് സമർപ്പിക്കുവാനുള്ള തൃക്കൈവെണ്ണ നമ്മുടെ ഇവിടെ കൗണ്ടറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ കൃഷ്ണാവതാരം കൃഷ്ണനെ ഇവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് മതി ആ തൃക്കൈവെണ്ണ ഇവിടെ നിങ്ങൾക്ക് നൽകും. അത് വഴിപാടുകളായിട്ട് നിങ്ങൾക്കത് സമർപ്പിക്കാൻ സാധിക്കും. ആ വെണ്ണകളെല്ലാം ഇവിടെ നിവേദിച്ചിട്ട് അത് തന്നെ പ്രസാദമായി നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ നാളത്തെ ചടങ്ങിൻ്റെ ഭാഗമാകുവാനായിട്ട് എല്ലാവർക്കും സാധിക്കണം. എല്ലാവരും അതിൻ്റെ ഭാഗമാകണം. നാളെ ഉച്ചയായിട്ട് വരാമെന്ന് വിചാരിക്കരുത്. 10:30 എല്ലാവരും വരണം. വന്നിട്ട് വേണമെങ്കിൽ ഒന്ന് പോയിട്ട് പിന്നെ ഉച്ചയ്ക്ക് വന്നാലും മതി. പക്ഷേ എന്നാലും ആ കൃഷ്ണാവതാര സമയത്ത് എല്ലാവരും വരും. കാരണം ഈ ഒരു സാഹചര്യം നാളെ പിന്നീടൊരു സമയത്ത് നമുക്ക് ഇതൊക്കെ സാധിക്കുമോ എന്നറിയില്ല. പക്ഷെ നമ്മളുടെ മുമ്പിൽ കിട്ടുന്ന അവസരങ്ങളെ നമ്മൾ കളയാതിരിക്കും. ഈ അവസരങ്ങൾ പൂർണ്ണമായി ഉപയോഗിക്കാൻ ശ്രമിക്കും. നമ്മുടെ വീട്ടിൽ കൃഷ്ണൻ്റെ വിഗ്രഹം ഉണ്ടെങ്കിൽ അതും വേണേൽ കൊണ്ടുവരാം, അതും നമുക്കിവിടെ വെക്കാം. നമ്മുടെ ഭഗവാന്മാരും ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ വീട്ടിലെ ഷോക്കേസിൽ കവറിനകത്ത് ഇപ്പോഴും പല ഭഗവാന്മാരും കവറിനകത്ത് തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? അഴുക്കാവുമെന്ന് പേടിച്ചു. അങ്ങനെ ഉണ്ടെങ്കിൽ ആദ്യം കവറിനകത്താക്കേണ്ട ആരെയാണ്? നമ്മളെയാണ്. ഇതാ കടയിൽ നിന്ന് മേടിച്ച പോലെ കവറിനകത്തുനിന്ന് പൊട്ടിക്കാതെ ഷോക്കേസിൽ കൊണ്ടുവരും. എന്തിനാണെന്നേ ഇത്രയും പാടുപെട്ട് നമ്മൾ എന്തിനാണെന്നേ കൊണ്ടുവെക്കുന്നത്? ഭഗവാനെ സന്തോഷമായിട്ട് ആ ഭഗവാന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണേ? കവറൊക്കെ പൊട്ടിച്ച് കവർ വെച്ചുകൊണ്ട് ആ വിഗ്രഹങ്ങൾ കൊണ്ടുവരരുത്. കൊണ്ടുവരുവാണെങ്കിൽ കവർ പൊട്ടിക്കും. അപ്പം അതുകൊണ്ട് എന്നാൽ അത് പറ്റത്തില്ലെന്നുള്ളവർ കൊണ്ടുവരരുത്. പക്ഷേ എങ്കിലും നമ്മുടെ വീട്ടിലിരിക്കുന്ന കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ എത്ര വലുതായിക്കൊള്ളട്ടെ ആ വിഗ്രഹങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ യജ്ഞശാല ഇങ്ങനെ ആക്കിയത്. ഇവിടെ ഒരു മറവുമില്ലാതെ എല്ലായിടത്തു നിന്നുകൊണ്ട് എല്ലാവർക്കും കണ്ട് ആ ദീപാരാധനയും മറ്റുള്ള കാര്യങ്ങളും ഭഗവാനെയന്മാരെയും ഭഗവതിമാരെയും എല്ലാം കാണും. നിറഞ്ഞു നിൽക്കട്ടെ ഇവിടെ ഈ യജ്ഞശാലയിൽ ദേവീദേവന്മാരുടെ സാന്നിധ്യം. നല്ല നല്ല ചിത്രങ്ങൾ, വലിയ ചിത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുവരാതെ യജ്ഞശാലയിൽ നമ്മൾ വെക്കാം. അതിൻ്റെ പുറകെ നിങ്ങളുടെ പേരുമൊക്കെ എഴുതിക്കോണം. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ വെക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്താ? ഒരു ക്ഷേത്രത്തിൽ നിന്ന് നമുക്കൊരു സരസ്വതിയുടെ വിഗ്രഹം ഇവിടെ കൊണ്ടുവച്ചു, അതവിടെ ഇരിക്കുകയാണ്. അതൊരു വലിയ സന്തോഷം. എത്രയോ സ്ഥലങ്ങളിൽ വെച്ചിട്ടുള്ള ദേവതകളുടെ സാന്നിധ്യങ്ങൾ, നമ്മുടെ വീടുകളിലിരിക്കുന്ന വിഗ്രഹങ്ങളും നമ്മുടെ വീടുകളിലിരിക്കുന്ന നല്ല വലിയ ചിത്രങ്ങളും ഒക്കെ കൊണ്ടുവന്ന് നമുക്കിവിടെ വെച്ച് ഈ വേദി നിറയെ ഭഗവാന്മാരും ഭഗവതിമാരുമാകണം. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരാനന്ദമായി മാറും. അപ്പം അതിനൊക്കെ സാധിക്കപ്പെടട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നാളത്തെ എല്ലാ ചടങ്ങുകളുടെയും ഭാഗമാകുവാൻ നല്ലവരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും നന്മകളും ജഗദീശ്വരൻ നിങ്ങൾക്കെല്ലാവർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.